സമയമേറെ വൈകി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ മക്കൾ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ മദീന, നമുക്കറിയാം. ആ പേര് കേൾക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു കുളിരാണ്, ഒരു കുളിർമയാണ്. ആ മദീനയെ കാണുമ്പോ അതിലേറെ ആവേശവും ആർത്തിയും ആഗ്രഹവുമാണ്. ആ മദീനയുടെ ചാരത്ത് ചെന്നൊന്നിരിക്കുമ്പോഴും, ആ മദീനയിൽ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും, ആ മദീനയിൽ ഇരുന്നു കൊണ്ട് അറിവ് നുകരുമ്പോഴും ഒക്കെ ഒരു വല്ലാത്ത അനുഭൂതി വിശ്വാസിയുടെ മാനസങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പകർന്നു കൊടുക്കുക എന്നത് ഒരു വാസ്തവം തന്നെയാണ്. എന്നാൽ ആ മദീനത്ത് 40 വർഷത്തോളം ദർസ് നടത്തുന്നതിനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരു മഹാനാണ് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു. ആ മദീനത്ത് 40 വർഷത്തോളം ദർസ് നടത്താനുള്ള ഭാഗ്യം കൊടുത്ത മഹാനുഭാവനാണ്. അദ്ദേഹം വെറുതെ ദർസ് നടത്തിയതല്ല, ദർസ് മദീനത്തായതുകൊണ്ടും അറിവ് കൊണ്ട്, അദബ് കൊണ്ട്, അഴവ് കൊണ്ട്, ആത്മീയമായ പരിവേഷത്തിന് മഹാനായ സഈദ് റളിയല്ലാഹു തആല അൻഹു മത്സരിച്ചിരുന്നത് കൊണ്ടും ഏറ്റവും വലിയ പക്വതയുള്ള ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ടവർ ഈ ലോകത്ത് നയിച്ചിരുന്നത്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനും അവന്റെ റസൂലിനും ഇഷ്ടപ്പെട്ട തീരുമാനങ്ങൾ മാത്രമായിരുന്നു. അവിടത്തേക്ക് വെറുപ്പുള്ള, അവിടത്തേക്ക് ഇഷ്ടപ്പെടാത്ത ഒരു തീരുമാനവും മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു എടുത്തിരുന്നില്ല. വെറുതെയല്ല, 40 വർഷത്തോളം ആരംഭ റസൂലിന്റെ മടിപ്പെട്ടിൽ ദർസ് നടത്തുക എന്ന വലിയ ഒരു പദവി, വലിയ ഒരു സൗഭാഗ്യത്തിന്റെ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല സഈദ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തത്. ഇവിടെ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിന് സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു. കാണാൻ അഴകുള്ള, അതിലേറെ അറിവുള്ള, അതിലേറെ അദബുള്ള, അതിലേറെ സൗന്ദര്യമുള്ള ഒരു മകൾ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. നാട്ടിലുള്ള യുവാക്കൾക്ക് മുഴുവനും ആർത്തിയുള്ള ആഗ്രഹമായിരുന്നു സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ ഒന്ന് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ ഭാര്യയായി കിട്ടിയാ പിന്നെ വേറൊന്നും പേടിക്കേണ്ട. കാരണം ഏറ്റവും നല്ല അറിവുള്ള പെണ്ണാണ്. അതിലേറെ നാട് മുഴുവനും പറയുന്നുണ്ട് സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾക്ക് വല്ലാത്ത സൗന്ദര്യമുണ്ട് എന്ന്. അതുകൊണ്ട് ആര് വിവാഹാഭ്യർത്ഥനയുമായി കടന്നു വന്നിട്ടും മഹാനായ സഈദ് റളിയല്ലാഹു തആല അൻഹു തന്റെ മോളെ കൊടുക്കാൻ തയ്യാറായില്ല. പക്ഷേ ആ നാടും നഗരവും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു വിവാഹാലോചന സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ചെറ്റക്കുടിലിന്റെ മുമ്പിലേക്ക് ഒരു ദിവസം വന്നു. ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായ ആ രാജാവിന്റെ മകൻ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹാഭ്യർത്ഥന നടത്തി. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ചെറ്റക്കൂരയിലെ സഈദ് റളിയല്ലാഹു അൻഹുവിന്, പട്ടിണി പാവമായ സഈദ് റളിയല്ലാഹു അൻഹുവിന്, അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കഴിയുന്ന സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ കുടിലിന്റെ മുമ്പിലേക്ക് രാജകൊട്ടാരത്തിൽ നിന്നും വിവാഹാഭ്യർത്ഥന കടന്നു ചെന്നപ്പോ എല്ലാവരും സഈദ് റളിയല്ലാഹു അൻഹു എന്തു മറുപടി കൊടുക്കുമെന്നറിയാൻ വേണ്ടി കാത്തിരുന്നു. ഒടുവിൽ മഹാനായ സഈദ് റളിയല്ലാഹു തആല അൻഹു തന്റെ മുമ്പിലേക്ക് വന്ന രാജാവിന്റെ ദൂതനോട് മറുപടി കൊടുത്തു വിട്ടത്, ഞാൻ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വളർത്തിയത് രാജകൊട്ടാരത്തിലെ റാണിയാക്കാമെന്ന് വ്യാമോഹിച്ചിട്ടല്ല. ഞാൻ എന്റെ പൊന്നുമോൾക്ക് ആയിരക്കണക്കിന് ഹദീസുകൾ പഠിപ്പിച്ചു കൊടുത്തത്, ഞാൻ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്, ഞാൻ എന്റെ പൊന്നുമോളെ ആത്മീയമായി ഏറ്റവും വലിയ പക്വതയുള്ളവളാക്കി, പാകതയുള്ളവളാക്കി മാറ്റിയത് രാജകൊട്ടാരത്തിന്റെ സുഖരസങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ടല്ല. അതുകൊണ്ട് തൽക്കാലം രാജാവിന്റെ മകന്റെ ഭാര്യയാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ തരുന്നതിന് എനിക്ക് താല്പര്യമില്ല എന്ന് നിങ്ങൾ പോയി രാജാവിനോട് അറിയിപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ നാട് കിടുങ്ങിപ്പോയ ഒരു മറുപടിയായിരുന്നു മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു കൊടുത്തത്. രാജാവിനാകെ നാണക്കേടായി. രാജാവെന്ന് മുതൽ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ശത്രുവായി. ഒരുപാട് ആരോപണങ്ങൾ, ഒരുപാട് ആക്ഷേപങ്ങൾ, കുതന്ത്രം മെനഞ്ഞെടുത്തുകൊണ്ട് മഹാനായ പണ്ഡിതനായ സഈദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉപദ്രവിക്കുവാനും ആക്രമിക്കുവാനും
തുടങ്ങിയ രാവും പകലും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അക്രമങ്ങൾ ഇത് വിട്ടു. പക്ഷേ മഹാനായ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു തളർന്നില്ല. കാരണം ആരംഭ റസൂലിന്റെ ഇൽമു കൊണ്ട് മനസ്സിന്റെ അകത്ത് തൊടുത്തി വെച്ചിരിക്കുന്ന ഈമാൻ എന്ന് പറയുന്ന ആ മഹത്താര ആയുധത്തിന് മൂർച്ച കൂടുകയല്ലാതെ കുറഞ്ഞില്ല. അവസാനം സയ്യിദ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് ആർക്ക് എന്ന് എന്റെ വയനാട് ജില്ലയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കറിയുമോ? താൻ അറിവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ട സാധുവായ നല്ല അറിവുള്ള, നല്ല ബുദ്ധിയുള്ള, നല്ല വൈഭവമുള്ള, നല്ല കഴിവുള്ള, നല്ല ഇസ്സത്തുള്ള, നല്ല ഈമാനുള്ള ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മകളെ നിനക്ക് വിവാഹം കഴിക്കുന്നതിന് താല്പര്യമുണ്ടോ? നിനക്ക് താല്പര്യമാണെങ്കിൽ എന്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തരാം. ആ ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങി. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ തെങ്ങിക്കരയുന്നത് രാജകൊട്ടാരം മുഴുവൻ ഇൽമും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരാ. എന്റെ വാപ്പ പഠിച്ചിട്ടുള്ള മുഴുവൻ അറിവും ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാ. എന്റെ വാപ്പ പഠിച്ച മുഴുവൻ ഹദീസുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ മറുപടി കേട്ടപ്പോ ആ ഭർത്താവ് ചോദിക്കുന്നു, നിനക്കറിയുമോ നിന്റെ വാപ്പ പഠിച്ച മുഴുവൻ അറിയുമോ? എല്ലാം എനിക്ക് എന്റെ വാപ്പ പകർന്നു തന്നിട്ടുണ്ട്, എല്ലാം എനിക്ക് എന്റെ വാപ്പ നുകർന്നു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇൽമ പഠിക്കാൻ നിങ്ങൾ പള്ളിയിലേക്ക് പോകണമെന്നില്ല. എന്റെ അടുത്ത് വന്നിരുന്നാ നിങ്ങൾക്ക് ഞാൻ ആ ഇൽമ മുഴുവനും പകർന്നു തരാമെന്ന് കേവലം 20 വയസ്സിനകത്ത് പ്രായം വരുന്ന സുന്ദരിയാര പൊന്നുമോള് ആയിരക്കണക്കാരെ ഹദീസ് പഠിപ്പിച്ചു കൊടുത്ത വാപ്പാക്ക് വേണ്ടി വാദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട വയനാട് ജില്ലയിലെ വൈപ്പടിയിൽ തടിച്ചുകൂടിയ ഈ ജനസാഗരത്തിനോട് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ എന്ത് ബോധത്തിലാ ഞാനും നിങ്ങളും വളർത്തിക്കൊണ്ടിരിക്കുന്നത്? മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ രാജകൊട്ടാരത്തിന്റെ സ്വർണ്ണക്കരണ്ടി വലിച്ചെറിഞ്ഞതെന്തിനാ? രാജകൊട്ടാരത്തിലെ സിംഹാസനം വലിച്ചെറിഞ്ഞതെന്തിനാ? റാണിയായിട്ട് പ്രിയപ്പെട്ട പൊന്നുമോളെ കൊട്ടാരത്തിന്റെ സുഖലോലുവന്ത് സുന്ദര കൊട്ടാരത്തിലേക്ക് തന്റെ പൊന്നുമോളെ പറഞ്ഞു വിടാതെ തടഞ്ഞു വെച്ചതെന്തിനാ? സുഭിക്ഷമാര ഭക്ഷണം കഴിച്ച് സുന്ദരമാര വസ്ത്രം ധരിച്ച് ആഡംബരത്തിന്റെ രാജകുമാരിയായി ജീവിക്കാ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുപോക്ക് കഴിയുമായിരുന്നല്ലോ. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പട്ടിണി മാറുമായിരുന്നല്ലോ. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കഷ്ടപ്പാട് മാറുമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അതെല്ലാം മറന്നുകൊണ്ട് പൊന്നുമോളെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടാത്തതെന്നറിയോ? അല്ലാഹുവിനെ കരുതിയിട്ടാണ്, പരലോകത്തിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്, തന്റെ പൊന്നുമോള് വഴിതെറ്റി പോകുമോ എന്ന് പേടിച്ചിട്ടാണ് അറിവും അതവും പഠിപ്പിച്ച് പരലോകത്തെ മാണിക്യമുത്തുകളാക്കി മക്കളെ മാറ്റാൻ പരിശ്രമിക്കുന്ന ആ ചരിത്രം വയനാട് ജില്ലയിലെ ഈ പ്രദേശത്ത് ഞാൻ പറയുന്നതെന്തിനെന്നറിയോ? ആരോടാണ് ഈ പറയുന്നതെന്ന് എനിക്കറിയോ? 10 വയസ്സുള്ളപ്പോ കഞ്ചാവ് ഉപയോഗിക്കുന്ന മക്കളുടെ കാലമാ. 15 വയസ്സായവൻ പ്രിയപ്പെട്ട ഉമ്മയെ കൊലക്കി കൊടുക്കുന്ന കാലമാ. 14ഉം 15ഉം 16ഉം വയസ്സായ പ്രിയപ്പെട്ട പെങ്ങന്മാര് ആങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ സമാധാനത്തോടെ ഒന്ന് ബാത്റൂമിൽ കയറി ഒന്ന് കുളിക്കാൻ പോലും കഴിയാത്ത കാലമാ. പ്രിയപ്പെട്ട പൊന്നാര വീട്ടിലെ കുഞ്ഞുവാവയ്ക്ക് മാതാവ് മാരടത്തിൽ നിന്ന് പാല് കൊടുക്കുമ്പോ മാറിയിരുന്നു കൊണ്ട് മാതാവിന്റെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിലിടുന്ന മക്കളുടെ കാലമാ. അല്ലാഹുവേ, പേടിച്ചു പോകുന്ന കാലമാ. മക്കളോടൊത്ത് ഉമ്മാക്ക് കിടന്നുറങ്ങാൻ കഴിയാത്ത കാലമാ. പെങ്ങളോടൊത്ത് ആങ്ങൾക്ക് യാത്ര പോകാൻ പറ്റാത്ത കാലമാ. ആരാണ് കള്ളുപയോഗിക്കുന്നത്, ആരാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നതെന്ന് തിരിച്ചറിയാറ് ബോധം നഷ്ടപ്പെട്ട് ഭൗതിക ലോകത്തിന്റെ അതിപ്രസരത്തിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന കാലഘട്ടത്തിലാണ് കൊട്ടാരത്തിലെ സൗന്ദര്യവർദ്ധനവിന്റെ വസ്തുക്കളെ മുഴുവനും കാലുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി മക്കളെ മാറ്റിവെച്ച മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ശ്രദ്ധ വേണം പ്രിയപ്പെട്ടവര്. നമ്മുടെ മക്കൾ നമ്മുടെ കൈവിട്ടു പോയാ നാം ഒരുപാട് കരയേണ്ടി വരും
സഹോദരങ്ങളെ. അല്ലാഹുവേ, 16, 17, 18 വയസ്സ് പ്രായമാകുന്നത് വരെ വയനാട് ജില്ലയിലെ പ്രിയപ്പെട്ട ഉമ്മമാര് കഷ്ടപ്പെട്ട് വിയർപ്പൊടുക്കിയിട്ട് പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ഭക്ഷണം കൊടുത്ത്, താരാട്ട് കൊടുത്ത്, താലോലം കൊടുത്ത്, സ്നേഹം കൊടുത്ത്, ഓമനിച്ച് വളർത്തിയിട്ട് 1 വർഷം മുമ്പ് കണ്ട കാമുകന്റെ കൂടെ ഉമ്മാടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് 18 വയസ്സാറ് പൊന്നുമോള് വയനാടിന്റെ മലപ്രദേശത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ആ വീട്ടിന്റെ അകത്ത് നിലവിളിച്ച് പൊട്ടിക്കരന്നിട്ട് കാര്യമില്ല പെങ്ങളെ. അല്ലാഹുവേ, വയനാട് പ്രദേശത്ത് പട്ടിണിയുടെ സങ്കടത്തിന്റെ പരിതാപത്തിന്റെ കരമക്കളെ അറിയിക്കാതെ 3 നേരം സുഭിക്ഷമാര ഭക്ഷണം തന്റെ പൊന്നാര മക്കൾ കൂട്ടിക്കൊടുത്തിട്ട് വാപ്പയും ഉമ്മയും പട്ടിണി കിടന്ന് പൊന്നോമനെ വാർത്തെടുത്ത് വളർത്തിയെടുത്തിട്ട് അവസാനം മാതാപിതാക്കളുടെ മൂക്കിൽ കയറിട്ട് വലിച്ചെടുത്തിട്ട് ആ പ്രിയപ്പെട്ട മക്കള് കണ്ട കാഫറിന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ വിലപിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു തന്ന അവസരങ്ങളെ മുഴുവനും നശിപ്പിച്ചത് നിങ്ങളാ. അല്ലാഹു തന്ന സൗഭാഗ്യങ്ങളെ മുഴുവനും ഇല്ലാതാക്കിയത് നിങ്ങളാ. കാളകളെ പോലെ, മൂരികളെ പോലെ മക്കളെ ഇങ്ങനെ വളർത്താനില്ലാതെ, മക്കളെ ഇങ്ങനെ പ്രസവിക്കാനില്ലാതെ അവർക്ക് അദബ് പറഞ്ഞു കൊടുക്കണമെന്ന ഒന്നാമത്തെ പാഠം എവിടെന്നാണോ ഈ സമുദായം മറന്നുപോയത്, അവിടെ മുതലാണ് മക്കളുടെ കണ്ണീര് കാണാൻ തുടങ്ങിയത്. അവിടെ മുതലാണ് മക്കൾ കാരണം ഉമ്മമാര് പൊട്ടിക്കരയാൻ തുടങ്ങിയത്. വയനാടിന്റെ സൗന്ദര്യമുള്ള എത്രയോ സ്ഥലങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്ന് കൂട്ടുകാരോടൊത്ത് കറങ്ങാൻ പോകുമ്പോ കാണാ, ഒന്ന് സുഹൃത്തുക്കളോടൊത്ത് ചുറ്റിയടിക്കാൻ പോകുമ്പോ കാണാ, ഉസ്താദ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ നിന്ന് തട്ടമെടുത്തിട്ട് തല നല്ലോല മറച്ചിട്ട് കാമുകന്റെ ശരീരത്തിന്റെ പുറകിലേക്ക് തല ഒളിപ്പിച്ചു വെക്കുന്ന വയനാടിലെ സുന്ദരിയേ. 16, 17 വയസ്സുമാരെ വയനാടിന്റെ പ്രിയപ്പെട്ട സുന്ദരികളായ പെൺകുട്ടികള് എവിടെയെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഞങ്ങളെ പോലുള്ള ആലിമീങ്ങളെ കണ്ട അല്ലാഹുവേ, ആ ഉസ്താദാണല്ലോ കടന്നു വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തട്ടമെടുത്ത് മുഖം മറച്ച് കാമുകന്റെ മുതുകിന്റെ പിന്നാലെ ഒളിച്ചിരിക്കുമ്പോ കണ്ണിൽ നിന്ന് തീപാറിയിട്ട് ആകാശത്തിലേക്ക് തല ഉയർന്നു നിൽക്കുന്ന ഏറ്റവും വലിയ ഗൗരവമുള്ള ഭയപ്പാടിന്റെ രൂപത്തോട് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നിറങ്ങുമ്പോ എവിടെ ഒളിച്ചിരിക്കും പെങ്ങളെ? അസ്റായീൽ വരുമ്പോ എവിടെ ഒളിച്ചിരിക്കും പെങ്ങളെ? അസ്റായീൽ വരുമ്പോ എവിടെ ഓടി ഒളിക്കും പെങ്ങളെ? നേരെ പടച്ച തമ്പുരാന്റെ അചഞ്ചലമായ വിശ്വാസത്തെ കൽബിൽ കൊണ്ടുവന്ന് ജീവിച്ചോ. അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ. നമുക്ക് മക്കളുടെ വിലയറിയില്ല സഹോദരങ്ങൾ. അതാണ് ഈ വിഷയം ഗൗരവത്തോടുകൂടി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. നമുക്ക് മക്കളുടെ വിലയറിയില്ല. മക്കളുടെ വില എന്താ? മെഡിക്കൽ കോളേജിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭവതിയായി ചെല്ലുമ്പോ അഡ്മിറ്റ് ചെയ്തതിന്റെ അന്നു മുതൽ പുറത്ത് പ്രിയപ്പെട്ട സഹധർമ്മിണി പ്രസവിച്ച കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ഭർത്താവ് 50 or 60 രൂപയുടെ മരുന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പറയുമ്പോ ആ മരുന്ന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞോടുകൂടി ഭർത്താവിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഭാര്യ പ്രസവിച്ചോടെ വിളിച്ചു പറഞ്ഞു മെയിലാണോ ഫീമെയിലാണോ എന്നൊക്കെ അറിഞ്ഞു. ആ കുഞ്ഞിനെ പോയി കണ്ടു. വാപ്പച്ചിയെ പോലെ തന്നെയാണ്, ഇല്ലെങ്കിൽ ആരെ പോലെ ആകട്ടെ. അങ്ങനെ കുഞ്ഞിനെ കണ്ടു സന്തോഷമായി. ആകെ 60 രൂപയാണ് ചെലവായത്. അവന്റെ കുഞ്ഞിന്റെ വില അവൻ നിശ്ചയിക്കുന്നത് അതാണ്. ഇനി അതല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആകട്ടെ, ചിലപ്പോ 10,000 ചെലവഴിച്ചിട്ടുണ്ടാകും, ചിലപ്പോ 20,000. ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണെങ്കിൽ ചിലപ്പോ 1 ലക്ഷം വരെ ചിലപ്പോ ഈ ഓപ്പറേഷന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു മരുന്നിനോ എന്തെങ്കിലുമൊക്കെ ചെലവഴിച്ചിട്ടുണ്ടാവും. ഇതല്ല ഒരു കുഞ്ഞിന്റെ വില. ഇതല്ല ഒരു കുഞ്ഞിന്റെ വില. നമ്മളുടെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിന് നോട്ടുകെട്ടുകൾ കൊണ്ട് വില പറയാൻ നമുക്ക് കഴിയില്ല. നമുക്ക് അല്ലാഹു 3, 4 മക്കളെ തന്നു. അപ്പൊ മക്കളുടെ വില നമുക്കറിയില്ല. മക്കളുടെ വില നമുക്കറിയണമെങ്കിൽ മക്കളില്ലാത്തവരോട് ചോദിക്കാം. 15 വർഷമായി ഉസ്താദെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊരു കുഞ്ഞില്ല, നിങ്ങൾ ദ്വാരക്കണം. അവനോട് ചോദിക്കണം കുഞ്ഞിന്റെ വില. അവ പറയും. 20 വർഷമായി മക്കളില്ല. നമ്മൾ നമ്മുടെ മക്കളെ അടിക്കുമ്പോൾ 20 വർഷമായി മക്കളില്ലാതെ കഴിയുന്ന സഹോദരങ്ങൾ നമ്മളെ നോക്കിയിട്ട് പറയും ഇങ്ങനെ കുഞ്ഞിനെ തല്ലല്ലേ. ഇന്ന് എന്നോടൊപ്പം ബുക്കത്തിൽ നിന്ന് വന്ന ഒരു സഹോദരൻ വയനാടെത്തിയപ്പോൾ 2 ചൂരൽ വാങ്ങി. ഒരു ചൂരലിന് 20 രൂപ 2 എണ്ണം വാങ്ങി. മക്കളെ തല്ലാനാണെന്ന് ചോദിച്ചു. പറഞ്ഞു അല്ല, ഭാര്യയെ തല്ലാനാണെന്ന്. ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. സന്തോഷാവട്ടെ അല്ലേ? അപ്പോ എന്റെ പ്രിയമുള്ളവരെ, മക്കളില്ലാത്തവർ, മക്കളുള്ളവർ മക്കളെ തല്ലുമ്പോ മക്കളില്ലാത്തവർ ചങ്ക് പൊട്ടിക്കരയും. സഹിക്കാൻ കഴിയില്ല അവർക്ക്. അതുകൊണ്ട് 3, 4 മക്കളെ തന്ന നമുക്ക് അല്ലാഹു മക്കളുടെ വില നമുക്കറിയില്ല.
അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, മക്കളില്ലാത്തവരുടെ സങ്കടം പറയുന്നുണ്ട്. മക്കളില്ലാതെ വേദനയോടെ വിഷമിച്ച സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ സങ്കടം ഖുർആൻ പറഞ്ഞത് എങ്ങനെയാ? മക്കളില്ലാതെ വേദന കാർന്നു തിന്നു പോലെ സക്കരിയ നബിയുടെ ജീവിതത്തെ ഖുർആൻ പറഞ്ഞത് എങ്ങനെയാ? സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ണീരോടെ ദുആ ചെയ്തു, ഇദ്നാദാ റബ്ബഹു നിദാൻ ഖഫിയാ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവനോട് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞത് എങ്ങനെയാ? ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി വസ്തഅല റഅസു ശൈബാ വലം നകും ബിദുആഇക റബ്ബി ശഖിയാ. അല്ലാഹു എന്റെ തലമുടി നരച്ചുപോയല്ലാ, എന്റെ തലമുടി നരച്ചുപോയി റബ്ബേ, എന്റെ എല്ല് ക്ഷയം വന്നുപോയി പടച്ചവനെ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ വംറഅത്തി ആഖിറാ, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റാത്ത വിധത്തില് എന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രായാധിക്യത്തിന്റെ പടുങ്കുടിയിൽ വീണുപോയല്ലാ. അതുകൊണ്ട് പടച്ചവനെ തമ്പുരാനെ, ഞാൻ നിരാശപ്പെടുന്നില്ല അല്ലാ, ഞാൻ നിരാശപ്പെടുന്നില്ല അല്ലാ. വലമ്മകും ബിദുആഇക റബ്ബി ശഖിയാ. പ്രാർത്ഥന തന്നെ, പ്രാർത്ഥന തന്നെ. കുഞ്ഞു വേണം, എനിക്കൊരു പിൻഗാമി വേണം. വഹബിലി മിൻ ലദുങ്ക വലിയാ. സക്കരിയ നബി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാ, രാവും പകലുമില്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, എനിക്കൊരു പിൻഗാമിയെ വേണമല്ല, എനിക്കൊരു കുഞ്ഞിനെ വേണം തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് സക്കരിയ നബി പ്രാർത്ഥിച്ച സങ്കടത്തിന്റെ രംഗം എന്തിനാണ് ഖുർആൻ പറഞ്ഞതെന്നറിയോ? അല്ലാഹു മക്കളെ തന്നിരിക്കുന്നവരെ, ആ മക്കളുടെ വില നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു കുഞ്ഞില്ലാത്തത് കൊണ്ട് പൊട്ടിക്കരഞ്ഞ രാത്രികൾ, ഒരു കുഞ്ഞില്ലാത്തത് കൊണ്ട് കണ്ണീരൊഴുക്കിപ്പോയ രാവും പകലും പ്രവാചകന്മാർക്ക് അല്ലാഹു കൊടുത്തിട്ടത് ഖുർആനിലൂടെ പറഞ്ഞതെന്തിനെന്നറിയോ? 3 വയസ്സുള്ള മക്കളെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് അനാവശ്യമായ ചാനൽ പ്രോഗ്രാം കാണിച്ചു കൊടുക്കുന്ന, പൂരപ്പറമ്പുകളിൽ കന്നുകാലികളെ പോലെ മക്കളെ കൊണ്ടുവന്ന് നിരങ്ങുന്ന ഈ സമുദായത്തിന്റെ ഉമ്മമാരും ഉപ്പമാരും പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തന്ന മക്കളുടെ വില മക്കളില്ലാത്തവരോട് ചോദിക്കുമ്പോഴറിയാ. അല്ലാഹുവേ, ആ മക്കളില്ലാത്തവർക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ? എല്ലാ ദിവസവും ഭാര്യയും ഭർത്താവും കരച്ചില് തന്നെയാ. ഏതെങ്കിലും ഒരു കുഞ്ഞു കൂട്ടുകാരന്റെ വീട്ടിൽ പോകുമ്പോ കുഞ്ഞിനെ കാണുമ്പോ അവന്റെ കണ്ണ് നിറയുന്നു, അല്ലാ, എനിക്കൊരു കുഞ്ഞിനെ തന്നില്ലല്ലോ അല്ലാ, എനിക്കൊരു കുഞ്ഞിനെ തന്നില്ലല്ലോ അല്ലാ, എനിക്ക് 2 മക്കളെ തന്ന, 4 മക്കളെ തന്ന, 3 മക്കളെ തന്ന വയനാട്ടിലെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, 3ഉം 4ഉം മക്കളെ പ്രസവിക്കാൻ അല്ലാഹു ഭാഗ്യം തന്ന പെങ്ങളെ, ആ മക്കളുടെ വിഷയത്തിൽ ഉത്തരവാദിത്വം നീ നടത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ആ മക്കളുടെ വിഷയത്തിൽ നിനക്ക് ഉത്തരവാദിത്വം അല്ലാഹുവിനോട് പറയാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിലര് ദുആ ചെയ്തു മക്കളെ കിട്ടുന്ന സക്കരിയ നബിക്ക് അങ്ങനെ കിട്ടി. ചിലർക്ക് ദുആ ഒന്നും ചെയ്യണ്ട, അപ്പടി തന്നെ മക്കളെ കിട്ടും. ദുആ ഒന്നും വേണ്ട. കല്യാണം കഴിഞ്ഞ് കറക്റ്റ് 7ാമത്തെ മാസം എന്തായാലും നെയ്യപ്പം ചുട്ടിരിക്കും, ഉറപ്പാണ്. ഇവിടെ അതൊന്നുമില്ല, വയറ്റ് നിറച്ചില്ല. അയ്യേ, എന്ത് പരിപാടിയാ, വയറ്റ് നിറച്ചില്ല. ഗർഭവതിയാവുമ്പോ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ എന്താ ഗർഭക്കൂട്ട് പുറിഞ്ചിതാ, ഗർഭക്കൂട്ടെന്ന് പറയാം. അല്ലാഹുവേ, നമ്മളവിടെ എന്താ പറയാ, നെയ്യപ്പം പൊങ്ങി വന്നാൽ കുഞ്ഞാണ്, നെയ്യപ്പം താഴ്ന്നു വന്നാൽ കുഞ്ഞു പെണ്ണെന്ന് എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ഉമ്മമാരെ തീരുമാനിക്കും. അപ്പോ എന്തായാലും 7ാമത്തെ മാസം ചിലപ്പോ ഭാര്യ അല്ലെ ഇതൊക്കെ ശരിയാക്കി 9ാമത്തെ മാസം പ്രസവിക്കുന്നു. കല്യാണം കഴിഞ്ഞ് 1 വർഷം ആവുന്നതിന് മുമ്പ് കുഞ്ഞിന്റെ 40 കഴിഞ്ഞിരിക്കും, പ്രായത്താണ്. ചിലർക്ക് അങ്ങനെ കിട്ടും. എന്നാൽ അങ്ങനെ കിട്ടിയാലോ അവർക്ക് നാണക്കേടാണ്. ഇപ്പോഴത്തെ സമുദായത്തിലെ ന്യൂ ജനറേഷൻ കാമുകന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, അവർക്ക് നേരത്തെ കുഞ്ഞുണ്ടാകുക എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. അല്ലേ? കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഗൾഫിലേക്ക് പോയി, നാട്ടിൽ ഭാര്യയെ ഭർത്താവ് വിളിക്കുന്നു, എന്തൊക്കെ വിശേഷം? ഭാര്യ പറഞ്ഞു, പിടിച്ചെന്നാ തോന്നുന്നത്, ഇങ്ങനെയാണ് പറയാ. ഇങ്ങനെയാണ് നാടൻ ശൈലി. എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഗർഭവതിയായി എന്നാണ് തോന്നുന്നത്. അപ്പൊ ഭർത്താവ് ഉടനെ അവിടെ എന്ത് ചെയ്യാനാ? എങ്ങനെയാണ് നീ കൂട്ടുകാരുടെ മുഖത്ത് നോക്കുക? തമ്പുരാനെ,
ഇപ്പോഴേ വേണ്ടായിരുന്നു, ഊട്ടിയിലൊക്കെ ഒന്ന് പോയി കൊടൈക്കനാലൊക്കെ പോയി അടിച്ചു പൊളിക്കാനുള്ളതല്ലേ, ഇനി യാത്ര പോകാൻ പറ്റുമോ? ആകെ മോശമായി പോയല്ലോ. ഇത് പറയുമ്പോ അവന്റെ വീടിന്റെ തൊട്ടടുത്ത് 20 കൊല്ലം കൊണ്ട് നേർച്ചകൾ, പ്രാർത്ഥനകൾ, സുദക്കകൾ, സുജൂദുകൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്തിട്ട് കിട്ടാതെ പൊട്ടിക്കരയുന്ന കുടുംബം അവന്റെ വീടിന്റെ തൊട്ടടുത്തുണ്ട്. പക്ഷെ ഇവന് അതിന്റെ വില അറിയില്ല. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. വരുന്ന മക്കൾക്ക് അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പൊ വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ച ഒരു ഗർഭവതിക്ക് ആ കുഞ്ഞും ഉമ്മയും തമ്മിലുള്ള ബന്ധം വല്ലാത്ത മോശമാണ്. അതുകൊണ്ടാണ് ഉമ്മമാര് മക്കളെ കൊല്ലുന്നത്, മക്കൾ ഉമ്മമാരെ കൊല്ലുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് നല്ല സന്തോഷം വേണം, എന്റെ കുഞ്ഞ് വരുന്നല്ലോ എന്ന ഒരു ആനന്ദം വേണം. ചിലർക്ക് അങ്ങനെ അള്ളാഹു മക്കളെ കൊടുക്കുന്നു, ചിലർക്ക് അള്ളാഹു മക്കളെ കൊടുത്തിട്ട് പെട്ടെന്ന് മരിപ്പിച്ച് കളയും. 4 മക്കളെ പ്രസവിച്ച് 4 മക്കളും 2 വയസ്സിന് മുമ്പ് മരിച്ച എന്റെ ഒരു പ്രിയ സുഹൃത്തായ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അദ്ദേഹത്തിന് 4 മക്കളുണ്ടായി, 4 മക്കളും മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യ 2 വയസ്സാകുന്നത് വരെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞിനെങ്കിലും മുലപ്പാല് കൊടുക്കണമെന്ന്, അതുകൊണ്ട് ഉസ്താദ് ദുആരക്കണമെന്ന് 4ാമത്തെ പ്രസവത്തിന് മുമ്പ് വിളിച്ചു പറഞ്ഞതാ. പക്ഷേ ആ കുഞ്ഞിനെയും അല്ലാഹു 1 വയസ്സെത്തുന്നതിന് മുമ്പ് പനി വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അണുക്കൾ ശരീരത്തിൽ കിടന്നിട്ടങ്ങ് മരണപ്പെടുകയാ. 4 മക്കളെ പ്രസവിച്ച പെണ്ണേ, ഇന്നാ പ്രിയപ്പെട്ട ഉമ്മാക്ക് മക്കളില്ല, ഇന്നാ പ്രിയപ്പെട്ട ഉമ്മാക്ക് മക്കളില്ല. എന്റെ മുസ്താഖ് അഹമ്മദ് എന്ന പൊന്നുമോ മരണപ്പെട്ടു പോയപ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സമാധാനത്തിന് പറഞ്ഞു കൊടുത്ത വാക്കതാണ് ഞാൻ. എന്റെ പ്രിയപ്പെട്ടവള് മരണവേദനയോടെ 4 മക്കളെ പ്രസവിച്ചിട്ട് 4 മക്കളിൽ ഒരാൾ പോലും ഉമ്മ എന്ന് വിളിക്കാൻ അല്ലാഹു കൊടുത്തില്ല. ആ 4 മക്കളിൽ ഒരാളെ പോലും 2 വയസ്സ് വരെ പാല് കൊടുക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തില്ല. അത് പടച്ച തമ്പുരാന്റെ അപാരമായ കലാവ് തന്നെയാണ്. അറിയില്ല എന്തിനാണ് അല്ലാഹു അങ്ങനെ ചെയ്തതെന്നറിയില്ല. പടച്ചവരെ, പാവപ്പെട്ട മനസ്സ് കെട്ടി കുറഞ്ഞ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ സാധുക്കളാണ് റബ്ബേ, ഞങ്ങളെ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. ചിലർക്ക് അല്ലാഹു അങ്ങനെയാണ്, ചെറിയ പ്രായത്തിൽ അല്ലാഹു അവർക്ക് കൊടുത്ത കുഞ്ഞുങ്ങളെ അങ്ങ് മരിപ്പിക്കുകയാണ്. ആ മരണം ഏറ്റവും അധികം ചരിത്രം വിറങ്ങലിച്ചു പോയ വേദനയോടെ ഓർമ്മപ്പെടുത്തുന്നത് ഞങ്ങളുടെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നോമന മക്കളാ. നബി തങ്ങൾക്ക് ജനിച്ച ആ മക്കൾ മുഴുവനും ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോകുമ്പോ അല്ലാഹുവേ, ആ മുത്ത് നബി തങ്ങളെ ഇസ്ലാമിന്റെ ശത്രുക്കൾ കളിയാക്കുകയാണ്. നീ വേലറ്റ് പോയവനാ, നീ വാലറ്റ് പോയവനാ, നിനക്ക് പിൻഗാമിയില്ലല്ലോ മുഹമ്മദേ, പിൻഗാമിയില്ലല്ലോ മുഹമ്മദേ. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടം വന്നപ്പോ ഖുർആൻ പറഞ്ഞു, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനി അക ഹുവൽ അബ്തർ. നബിയേ, ആരാണ് വേരറ്റ് പോയവനെന്നറിയോ? നബിയേ, നിങ്ങളല്ല. ആ യാ റസൂലേ, അവിടുന്നല്ല. വാലറ്റ് പോയവൻ നിങ്ങളല്ല, വേരറ്റ് പോയവൻ നിങ്ങളല്ല, അതവരാണെന്ന് പറഞ്ഞു കൊടുക്കണം റസൂലേ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ അഹ്ലു ബൈത്തിന്റെ പ്രകാശം പറയുകയാ. പാണക്കാട് തങ്ങന്മാര് പ്രവാചക പാരമ്പര്യത്തിന്റെ തിളക്കമുള്ള രക്തത്തിന്റെ ആ മനോഹരമായ പ്രഭയുടെ കേന്ദ്ര ബിന്ദുക്കളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ സ്റ്റേജിലിരിക്കുന്ന സയ്യിദന്മാര്, ഈ സരസിൽ വന്ന സയ്യിദന്മാര് അഹ്ലു ബൈത്തിന്റെ പ്രഭാഗോപരങ്ങള്, ആരംഭ റസൂലിന്റെ പാരമ്പര്യത്തിന്റെ മകുടോദാഹരണങ്ങളാണ്, മഹത്വങ്ങളാണ്, മധുരങ്ങളാണ്, പവിഴങ്ങളാണ്, മുത്തുകളാണ്, വിലപിടിക്കാത്ത രത്നങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുഞ്ഞുമക്കളെ അല്ലാഹു മരിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ ഖാസിം എന്ന് പറയുന്ന പൊന്നുമോന്റെ മയ്യത്തെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകി. സഹാബികൾ പറഞ്ഞു, നബിയേ, നിങ്ങളും കരയുകയാണോ റസൂലേ? നബിയേ, നിങ്ങൾ കരയുകയാണോ? നബിയേ, നിങ്ങൾ കരയുകയാണോ? നബിയേ, നിങ്ങൾ കരയുകയാണോ? മക്കളുടെ വിലയറിഞ്ഞോ വയനാടുകാരോ? മക്കളുടെ നിലയറിഞ്ഞോ വയനാടുകാരോ?
3, 4, 5, 6 വയസ്സാര മക്കള് അറിവിലേക്ക് അതവിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം സർക്കസ് കൂടാരത്തിന്റെ അകത്ത് നിരക്കാൻ കൊണ്ടുപോകുമ്പോ അനാവശ്യമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മുട്ടുവരെയുള്ള ഫ്രോക്ക് ഇട്ടുകൊണ്ട് 6 വയസ്സും 7 വയസ്സുമുള്ള പൊന്നുമോള് ആ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കൊണ്ടുപോയി മൃഗങ്ങളെ പോലെ എഴുന്നള്ളിപ്പിക്കുമ്പോ ആരംഭ റസൂലിനോട് ചോദിക്കും, നബിയേ പൊന്നുമോന്റെ മയ്യത്ത് കയ്യിൽ വെച്ചുകൊണ്ട് കരയുന്ന റസൂലേ, നിങ്ങളും കരയുകയാണോ? യാ റസൂലല്ലാഹ്, നിങ്ങളും കരയുകയാണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത് നിലവിളിയല്ല, ഇത് നെഞ്ചത്തടിയല്ല, ഇത് അലമുറയിടലല്ല, ഇത് അട്ടഹാസമല്ല, ഇത് കാരുണ്യത്തിന്റെ കണ്ണുനീരാണ്. എന്റെ മകനോടുള്ള, എന്റെ കുഞ്ഞിനോടുള്ള പ്രേമത്തിന്റെ, അനുരാഗത്തിന്റെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, വാത്സല്യത്തിന്റെ, ലാളനയുടെ ഒരു പരിവർത്തനത്തിന്റെ ഭാഗമാണ് ഈ കണ്ണീരെന്ന് അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ മക്കളുടെ വിലയേറിയാത്തവരായി മാറല്ലേ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ മഞ്ഞ് തട്ടാതിരിക്കാ, വീട് കോടമഞ്ഞ് തട്ടാതിരിക്കാ, ടവല് കൊണ്ട് മൂടി മടിയിൽ വെച്ചിരിക്കുന്ന ഉമ്മ, ഈ മക്കളാണ് നാളെ നിനക്ക് സ്വർഗം വാങ്ങിത്തരേണ്ടത്. ഈ മക്കളാണ് ഉമ്മാക്ക് നാളെ സ്വർഗം വാങ്ങിത്തരേണ്ടത്. ഈ മക്കളാണ് മഹശറയുടെ ചെമ്പുപഴുത്ത തറയിൽ നിന്ന് ഉമ്മാടെ കാല് സ്വർഗത്തിന്റെ പരിശുദ്ധിയിലേക്ക് എത്തിക്കേണ്ടത്. ആ പിഞ്ചുമക്കളാണെന്ന് മറക്കല്ലേ. ചരിത്രം ഒരുപാട് പറയുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കളെ കൊടുത്തിട്ട് മക്കളെ പെട്ടെന്ന് മരിപ്പിച്ച് കളഞ്ഞവരെ. ചിലർക്ക് അങ്ങനെയല്ല പരീക്ഷണം. ചിലർക്ക് അല്ലാഹു മക്കളെ കൊണ്ട് പരീക്ഷണം കൊടുത്തത് പെട്ടെന്ന് മരിപ്പിച്ചിട്ടല്ല, പിന്നെയോ രോഗം കൊടുത്തിട്ടാണ്. രോഗം കൊടുത്തിട്ടാണ് തളർത്തിക്കളയും. 2 കാലും കൈയും ചലിക്കൂല. ഇന്നലെ പ്രസംഗിച്ച സ്ഥലത്ത് 3 വയസ്സുള്ള കുട്ടിക്ക് നടക്കാൻ കഴിയുന്നില്ല. ഓരോ ദിവസവും നമ്മൾ ഇത് തന്നെയാ കാണുന്നത്. എവിടെ ചെന്നാലും ഇത് തന്നെയാ കാണുന്നത്. കണ്ണൂർ ജില്ലയുടെ ചെറുവാഞ്ചേരിയിൽ ചെന്നപ്പോ അവിടെ 10 വയസ്സ് കഴിഞ്ഞ മുഹമ്മദ് എന്ന പൊന്നുമോന് കാഴ്ചയില്ല. മുഹമ്മദ് എന്ന പൊന്നുമോന് കാഴ്ചയില്ല. നല്ല സൗന്ദര്യമാണ്, നല്ല സംസാരമാണ്, നല്ല ശരീരമാണ്, നല്ല ആരോഗ്യമാണ്. പക്ഷേ ജനിച്ചത് മുതൽ 2 കണ്ണിനും കാഴ്ചയില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ കാക്കണേ തമ്പുരാനെ, അവരാരോഗ്യമുള്ളവരാക്കണേ റഹ്മാനെ. എന്തെങ്കിലും രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ നീ ഇപ്പോഴും തന്നെ ഈ രാത്രി തന്നെ ഈ സാധുക്കളായ വയനാടിന്റെ വൈപ്പടിയിലെ ഈ മനോഹരമായ സദസ്സിൽ വന്ന 10,000ങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ ശരീരത്തിൽ നിന്നും മാരക രോഗത്തിന്റെ അണുക്കള് നീ കരിച്ചു കളയണേ അല്ലോ. നല്ലോല ആമീൻ പറഞ്ഞു. പറയാൻ കഴിയില്ല ഏത് സദസ്സിന്റെ മലക്കുകളാണ്, ഏത് സദസ്സിന്റെ ആമീനാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പറയാൻ പറ്റൂല. നല്ലോല പറഞ്ഞു, അള്ളാഹു നമ്മുടെ മക്കളുടെ ശരീരത്തിൽ മാരക രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ അള്ളാഹു കരിച്ചു കളയുമാറാകട്ടെ. ചില മക്കൾക്ക് അള്ളാഹു അങ്ങനെ അസുഖം കൊടുക്കും. ചില മക്കളെ അള്ളാഹു ഉമ്മയിൽ നിന്ന് വാപ്പയിൽ നിന്ന് മാറ്റും. ഖുർആൻ പറയുന്നുണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. മക്കളുടെ വിഷയത്തിൽ വലിയ പരീക്ഷണമാണ് മകന്റെ വിഷയത്തിൽ യാക്കൂബ് നബി അലൈഹിസ്സലാം നേരിട്ടത്. ചെറിയ പ്രായത്തിലല്ലേ സുന്ദരനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. എത്ര സൗന്ദര്യമാണ്, നിങ്ങൾക്ക് എത്ര വർണ്ണിക്കാൻ പറ്റോ അതിനപ്പുറം വർണ്ണിച്ചാലും യൂസുഫ് നബിയുടെ സൗന്ദര്യം പറഞ്ഞു തീരൂല. സ്വർഗത്തിൽ കിടക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്നത് യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ്. അങ്ങനെയാണെങ്കിൽ യൂസുഫ് നബിയുടെ സൗന്ദര്യം എത്രയായിരിക്കും? ആ സുന്ദരനായ കുഞ്ഞുമോനെ ഉടപ്പിറപ്പുകൾ തന്നെ കൊണ്ടുപോയി അസൂയ കൊണ്ട് പാപ്പാക്ക് യൂസുഫിനോടുള്ള സ്നേഹത്തിന്റെ പ്രേമത്തിന്റെ ആധിക്യം കണ്ട് അസൂയ പൂട്ടിട്ട് ബാക്കിയുള്ള കൂടപ്പറപ്പുകൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലാക്കിയ ചരിത്രം നമുക്കറിയാം. ചെന്നായെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് മടങ്ങി വരുന്ന പണ്ട് കാലത്തെ നമ്മുടെയൊക്കെ മദ്രസയിലൊക്കെ പാടുമല്ലോ, യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി. നല്ല മനോഹരമായിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യൂസുഫ് നബിയുടെ ഒക്കെ ചരിത്രം വേണ്ട പാട്ടുകളുണ്ട്. ഇതൊന്നും കേൾക്കാനില്ല, പോട്ടെ, ഒന്നും പറയാനില്ല, സമയമില്ല. അപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിട്ടാതെ വന്നപ്പോ മനസ്സ് പൊട്ടി തകർന്ന് യൂസുഫ് നബിയെ കുറിച്ച് യാക്കൂബ് നബി പടച്ചവനോട് പറഞ്ഞത് ഖാല ഇന്നമാ അശ്കൂ ബസി വഹുസ്നി ഇലല്ലാഹ്. എന്റെ സങ്കടം, എന്റെ മനോവിഷമം, എന്റെ മനോവേദ ഞാൻ പറയുന്നത് എന്റെ പടച്ചവനോട് മാത്രമാണെന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം.
ഇതുപോലെ വേറൊരു പ്രവാചകന്റെ കഥ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോ ഉമ്മ തന്നെ പെട്ടിക്കകത്ത് അടച്ച് ആ കുഞ്ഞിനെ നൈൽ നദിയിലൂടെ ഒഴുക്കി വിട്ടുപോയി. ഏത് പ്രവാചകന്റെ പേരാ മോനെ? നൈൽ നദിയിൽ പെട്ടിക്കകത്ത് അടച്ചിട്ട് ഒഴുക്കിയ പ്രവാചകന്റെ പേര് പറഞ്ഞ പച്ച ടീഷർട്ട്. അവൻ പറഞ്ഞ അളയാ മുമ്പ് വന്നിരുന്ന ഞാൻ പറഞ്ഞില്ലേ ഇത് കുരുക്കായി ഒന്ന് പറഞ്ഞു നോക്ക്, ശരിയാണെങ്കിലോ ഉറച്ചു പറയണം അങ്ങോട്ട്. മൂസാ നബി അലൈഹിസ്സലാം, അള്ളാഹു ആ പൊന്നുമോൻ അനുഗ്രഹിക്കട്ടെ. പുറയുന്ന ആരാ പറഞ്ഞു കൊടുത്താലും കുഴപ്പമില്ല, അനുഗ്രഹിക്കട്ടെ, എല്ലാരെയും അനുഗ്രഹിക്കട്ടെ. ഒരു സന്തോഷമല്ലേ മക്കൾ ഇങ്ങനെ പറയുമ്പോ? മക്കള് ഇൽമിന്റെ വേദിയിൽ സരസിലൊക്കെ ആദ്യമായിട്ട് കയറാൻ പറ്റുന്നത് വലിയൊരു തൗഫീഖ്, ഒരു സൗഭാഗ്യമൊക്കെയാണ്. ഇങ്ങനെ പറയാൻ പറ്റാ, ചോദ്യം ചോദിക്കും മറുപടി പറയാം. ചിലപ്പോൾ ആ ഒരൊറ്റ ഒരു വാക്കുകൊണ്ടായിരിക്കും ആ കുട്ടി വലിയ ആളാവുക. ഇന്ന് 28 ജ്യൂസ് മനപ്പാടമാക്കി ഒരു മോനെ കണ്ടു ഞാൻ. 28 ജ്യൂസ് പഠിച്ചു, 2 ജ്യൂസ് കൂടി ഉള്ളൂ. 2.5 വർഷം കൊണ്ടാണ് 28 ജ്യൂസ് പഠിച്ചത്. അള്ളാഹു തആല ഹാഫിളാക്കട്ടെ ആ പൊന്നുമോൻ. അപ്പോ നൈൽ നദിയിൽ ഒഴുക്കി വിട്ടത്. ഒരു നാളിൽ മൂസ ജനിച്ച് ഉമ്മ ധരിച്ച് ഖേദം ഭവിച്ച് ഒരു പെട്ടിയിലാക്കി മോനെ നൈലിൽ ഒഴുക്കുന്നേ. ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പൂ ആസിയ ബീവി കണ്ടു തുറക്കുന്നേ. ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പൂ ആസിയ ബീവി കണ്ടു തുറക്കുന്നേ. കുട്ടിയെ വാരിയെടുത്ത് മാറിൽ കൂട്ടുന്നേ. ആസിയാ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് പൊട്ടിപ്പോര ചരിത്രമാ. ഇസ്ലാമിക ചരിത്രത്തിൽ പിറന്നു വീഴുന്ന ആൺമക്കളുടെ കഴുത്ത് വെട്ടിയെരിയുന്ന ഫറോവ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നുപോലെ പറഞ്ഞു വിടാൻ കഴിയാറ് ഒരു പെട്ടിക്കകത്തടച്ച് മൂസാ നബി അലൈഹിസ്സലാം എന്ന പിഞ്ചുമാരനെ ഒഴുകിവിട്ട ചരിത്രമുണ്ടല്ലോ. ആ ഉമ്മയുടെ മനസ്സെത്ര പൊട്ടിക്കിട്ടുണ്ടാകും, ആ ഉമ്മയുടെ മനസ്സെത്ര തകർന്നിട്ടുണ്ടാകും, ആ ഉമ്മയുടെ മനസ്സെത്രയോ പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ടാകും. അല്ലാഹുവേ, ആ ഉമ്മയുടെ സങ്കടത്തിന്റെ കഥ പറഞ്ഞ ഖുർആൻ, അല്ലാഹു ഖുർആനിൽ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ള പ്രവാചകന്റെ പേര് മൂസാ നബി അലൈഹിസ്സലാമിന്റെ പേരാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരാണ്. അങ്ങനെ ചുരുക്കത്തിൽ മക്കളെ കൊടുത്തും കൊടുക്കാതെയും കൊടുത്തിട്ട് രോഗം കൊടുത്തും മരിപ്പിച്ചുവൊക്കെ അല്ലാഹു പരീക്ഷിക്കുമ്പോ തളരല്ലേ പ്രിയപ്പെട്ടവരെ? അല്ലാഹു നമുക്ക് മക്കളെ തന്നിരിക്കുകയല്ലേ? നമ്മുടെ മക്കളെ മരിപ്പിച്ചിട്ടില്ല, നമ്മുടെ മക്കൾക്ക് രോഗം തന്നിട്ടില്ല. ആരോഗ്യമുള്ള മക്കളെ വൈപ്പടിയില് എന്റെ ഉമ്മാക്കും ഉപ്പാക്കും അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വത്തോടുകൂടി ആ മക്കളെ വളർത്തുക എന്നൊരു നിന്റെ ബാധ്യതയാണ്. നീ മരിച്ചു ചെല്ലുമല്ലോ, അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമല്ലോ, പരലോകത്ത് മഹ്ശറയിൽ ചെല്ലുമല്ലോ. അവിടെ അല്ലാഹു ചോദിക്കും, ഞാൻ തന്ന മക്കളെ നീ എങ്ങനെയാ വളർത്തിയത്? നിന്റെ കഴിവ് കൊണ്ടാണെന്ന് അവിടെ പറയാൻ പറ്റൂല. നിന്റെ തന്റെ ഇടം കൊണ്ടാണ് നിനക്ക് മക്കളുണ്ടായതെന്ന് പറയാൻ പറ്റൂല. അല്ലാഹുവേ, അവിടെ നിനക്ക് പറയാൻ കഴിയണമല്ല, നീ തന്ന മക്കളെ ഞാൻ മുത്തുപോലെ വളർത്തി തമ്പുരാനെ. ഒരു ബാധ്യതകളില്ലാതെ ചോദ്യശരങ്ങളുടെ അമ്പെയ്തുകൊണ്ട് കൽബ് തകർന്നു പോകാതെ പരലോകത്ത് പടച്ച തമ്പുരാന്റെ കോടതിയിൽ പറയാൻ കഴിയട്ടെ, നിന്റെ മക്കളെ നീ എങ്ങനെയാണ് വളർത്തിയതെന്ന്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, എല്ലാ മക്കളും പിറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതത്തിന്റെ മേലിലാ. എന്തു പറഞ്ഞാലും പതിഞ്ഞിരിക്കുന്ന ഹൃദയമാണ് കുഞ്ഞുമക്കൾക്ക്. എന്തു പറഞ്ഞു കൊടുത്താലും അതുപോലെ പറയുന്ന ഹൃദയമാണ് കുഞ്ഞുമക്കൾക്ക്. ഏത് രീതിയിലാണോ നാം പഠിപ്പിക്കുന്നത് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മാറി വരുമല്ലോ. അവന്റെ പ്രിയപ്പെട്ട മക്കളാണ് യുഹബ്ബിദാനിഹി വയുനസ്സിറാനിഹി. അവനെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നത് ഉമ്മയും വാപ്പയുമാണ്. അവനെ തീയാരാധകനാക്കുന്നത്, നിരീശ്വരവാദിയാക്കുന്നത്, കള്ളുകുടിയനാക്കുന്നത്, പെണ്ണുപിടിയനാക്കുന്നത്, അനിസ്ലാമികമായ പ്രവണതകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കന്നുകാലികളെ പോലെ മക്കളെ മാറ്റുന്നത് ഉമ്മമാരാണ്. ഉമ്മമാരാണ് മറക്കല്ലേ, ഉപ്പമാരാണ് മറക്കല്ലേ. അല്ലാഹുവിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഈ അടുത്ത സമയത്ത് 13 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട മോനെ പോലീസ് പിടിച്ചു. ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് പോവുകയാ. ഹെൽമറ്റില്ല, ലൈസൻസ് ഇല്ല, ഒന്നുമില്ല. പോലീസിന്റെ പിടിയിലകപ്പെട്ടു പോയവനോട് ജീപ്പിനകത്ത് അവനെ കയറ്റിയിട്ട് ബുള്ളറ്റുമായി പോലീസ് സ്റ്റേഷനിൽ വന്നു.
പ്രിയപ്പെട്ട വാപ്പയെയും ഉമ്മയെയും വിളിച്ചുകൊണ്ട് വന്നല്ലാതെ വിടൂല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു വാപ്പയല്ല പിന്നെ ആരാ? പപ്പ എന്ന് പറഞ്ഞു. പുതിയതാണ് പപ്പ. പപ്പ ഇവിടെ ഇല്ല, പപ്പ ഗൾഫിലാണ്. എന്നാ പിന്നെ പോലീസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ മമ്മിയെ വിളി. മമ്മിയല്ല സാറേ, മമ്മിയല്ല, മമ്മ. അങ്ങനെ പപ്പയും മമ്മയും ഇല്ല. മമ്മയെ വീട്ടിൽ നിന്ന് ഇവിടെ വരാതെ എന്നെ വിടൂല. അങ്ങനെ മമ്മ വന്നു. 13 വയസ്സുള്ള മോന് ലൈസൻസ് ഇല്ല, ഹെൽമറ്റ് ഇല്ല. ഈ വലിയ അവനേക്കാൾ ഇരട്ടി വലിപ്പമുള്ള വലിയ ബുള്ളറ്റ് എടുത്തു കൊടുത്ത ആ മോനെ എന്തിനാ നിങ്ങൾ വീട്ടിൽ നിന്ന് വിട്ടത് എന്ന് ചോദിച്ചു. പോലീസിന്റെ മുമ്പ് പെട്ടുപോകുമ്പോ പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളെ ഹെൽമറ്റ് ഇല്ലാത്തതിന്റെ പേരിലും ലൈസൻസ് ഇല്ലാത്തതിന്റെ പേരിലും പോലീസ് പിടിക്കുമ്പോ ഇപ്പോഴത്തെ ഭരണത്തെയോ പോലീസിനെയോ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ പറയും അവന്മാര് പൈസ വിഴുങ്ങാൻ വേണ്ടി കൈ കാണിച്ചത് അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഏറ്റവും അധികം ആ വിഷയം ശ്രദ്ധിക്കാത്തത് മുസ്ലിം ചെറുപ്പക്കാരാണ്. ഹൈന്ദവരും ക്രൈസ്തവരും കുറെയെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കൂല. കാരണം എന്താ? നമ്മളെന്ന് പറഞ്ഞാൽ അങ്ങ് തിളച്ച് മറിയല്ലേ രക്തം, അങ്ങനെയാണല്ലോ അല്ലേ? പുലിമുരുകന്റെ 1ാമത്തെ ടിക്കറ്റ് കേരളത്തിൽ എടുത്തത് മൊഹീദ്ദീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണെന്ന് എടുത്ത് പത്രത്തിൽ വായിച്ചു. ഞെട്ടിപ്പോയി ഞാൻ. അവൻ പറഞ്ഞത് എന്റെ മൊഹീദ്ദീനെ വിളിച്ചിട്ടാണ് അവൻ കയറിയത്. അത്രേ ശൈത്താൻ. ഇത് നമ്മൾ ആലോചിച്ച് നോക്കുക. എവിടെയും അവനൊരു തിളപ്പാണ്, ഒരു തിളപ്പാണ് അല്ലേ? ഒരു പള്ളിയിൽ അടിയുണ്ടായപ്പോൾ കള്ളു കുടിച്ചുകൊണ്ട് വന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖത്തീബ് ഒരാളെ പുറത്താക്കി പൊതുയോഗത്തിൽ അടിയുണ്ടാക്കിയപ്പോൾ നീ സംസാരിക്കരുത്. അവൻ പറഞ്ഞു ഉസ്താദേ, വയറ് നിറച്ച് കള്ളാണെങ്കിലും കൽബ് നിറച്ച് ഈമാനാന്ന് പറഞ്ഞു ശൈത്താൻ. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ഉള്ള ആരോഗ്യത്തെ അല്ലെങ്കിൽ ആ രക്തത്തിളപ്പിനെ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്ന് അവർക്കറിയില്ല. വെറുതെ നമ്മൾ ഹൈന്ദവരെയും ക്രൈസ്തവരെയും ഒന്നും കുറ്റപ്പെടുത്തിയിട്ടോ പഴിചാരിയിട്ടോ കാര്യമില്ല. 13 വയസ്സുള്ള മോൻ എന്തിന് നിങ്ങൾ ബുള്ളറ്റ് കൊടുത്തു? ആ സമയത്ത് ഉമ്മ പറഞ്ഞു ഞാനതിന്റെ ചാവി ഒളിപ്പിച്ചു വെക്കലാണ് പതിവ്, പക്ഷെ അവൻ എടുത്തുകൊണ്ട് പോകും. അവനോട് എതിർത്ത് സംസാരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല സാർ, നിങ്ങൾ പറ്റുമെങ്കിൽ 2 അടി അവന് കൊടുത്തോ. ഞാൻ അവനോട് സംസാരിച്ചാൽ തിരിച്ചവൻ എന്നെ അടിച്ചാൽ എന്നെക്കാളും പൊക്കമായി എന്നെക്കാളും തടിയായി, എനിക്ക് അവനെ പേടിയാണ്. 13 വയസ്സുള്ള മോനെ പേടിച്ചിട്ട് ഒരു ഉമ്മ വീട്ടിന്റെ അകത്ത് ജീവിക്കാൻ കാരണക്കാരി ഉമ്മ തന്നെയാണ്. എന്തൊരു കൊഞ്ചലാണ് മക്കളോട്. കുഞ്ഞു ബാബേ, കുഞ്ഞു ബാബേ, കുഞ്ഞു ബാബേ. 4 വയസ്സാകുമ്പോഴും ബാബേ അല്ലെ തറയിൽ വെക്കാതെ കൊണ്ട് നടക്കും. വാരിക്കോരി തേനും പാലും കൊടുക്കും. അവസാനം ആ മക്കള് പാല് തന്ന കൈക്ക് കൊത്തുമ്പോഴാണ് കുഞ്ഞു വാവയുടെ ഗുണവും ബലവും അറിയുന്നത്. എല്ലാത്തിനും ഒരു പരിധി വെക്കണം, നിയന്ത്രണം വേണം. മക്കളാണ് ഉത്തരവാദിത്തത്തോടുകൂടി വളർത്തേണ്ടവരാണ്. എപ്പോഴാണ് തിരിയുന്നതെന്ന് പറയാൻ കഴിയില്ല എന്ന ബോധം ആൺമക്കളെ കുറിച്ചും പെൺമക്കളെ കുറിച്ചും നമുക്ക് വേണം. എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ മക്കൾ അല്ലാഹുവേ അവരോടൊത്ത് നമുക്ക് സ്വർഗത്തിൽ കഴിയണ്ടേ, അവരോടൊത്ത് സ്വർഗത്തിൽ കഴിയണ്ടേ. അതിനുവേണ്ടി നല്ല ഒരു കുടുംബ ജീവിതം നമ്മുടെ മക്കളിലൂടെ അൽഹംദുലില്ലാഹ് നമുക്ക് കാഴ്ചവെക്കാം. നമ്മുടെ മക്കളെ നല്ലവരാക്കി മാറ്റാൻ ഒരുപാട് വിശദീകരണം ഒഴിവാക്കി വൈപ്പടിയിലെ ഈ നിറഞ്ഞു കവിഞ്ഞ സ്വർഗീയ ആരാമത്തില് 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളെ നീ തന്ന മക്കളെ അവർക്കിപ്പോ 10 വയസ്സാകട്ടെ, 15 വയസ്സാകട്ടെ, 20 വയസ്സാകട്ടെ, സുബ്ഹാനല്ലാഹ് ആ പ്രിയപ്പെട്ട മക്കളെ സ്വാലിഹീങ്ങളാക്കി ആലിമീങ്ങളാക്കി നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് ഉമ്മാക്കും ഉപ്പാക്കും എതിരില്ലാത്ത മക്കളാക്കി മാറ്റാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില ഗുണപാഠങ്ങൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരികയാ. അതിൽ 1ാമത്തെ കാര്യം എന്താ? പഠിച്ചോ. വയനാട് വൈപ്പടിയിൽ വന്നവരെ, നമ്മുടെ മക്കൾ നാളെ നമുക്കെതിരാകാതിരിക്കാ, നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാകാ, നമ്മുടെ മക്കൾ അല്ലാഹുവിന്റെ കോടതിയിൽ നമുക്ക് സ്വർഗം വാങ്ങിത്തരുന്ന മക്കളാകാ. 1ാമത് വേണ്ടത് ദുആഉ അലൽ ഔലാദ്. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. പണ്ടുള്ള ഉമ്മമാരൊക്കെ ആ പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടി താരാട്ട് പാടുമ്പോഴും പ്രാർത്ഥനയാണ്. അഹദമരത്തിൽ മറൈന്തോനെ എന്റെ കുഞ്ഞിനെ കാക്ക് നീ
മന്നാനേ. എന്ത് രസമായിരുന്നു കാണാനും കേൾക്കാൻ. ഇന്നതെല്ലാം അസ്തമിച്ചു പോയി, ഇന്നതെല്ലാം അവസാനിച്ചു പോയി. ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ താരാട്ട് പാടാനും മക്കറിയില്ല, ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനും മക്കറിയില്ല. ഗർഭവതിയായതിന്റെ അന്ന് മുതൽ പ്രിയപ്പെട്ട ഉമ്മ നീ എന്തൊക്കെ ചെയ്യണമെന്ന് ഇസ്ലാം പറഞ്ഞു തരുന്നുണ്ട്. സൂറത്ത് മറിയം മറന്നുപോയ പെങ്ങളെ, ബദരിയത്ത് മറന്നുപോയ പെങ്ങളെ, ബദറുമാല മറന്നുപോയ പെങ്ങളെ, ഇന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കയ്യൊപ്പോടുകൂടി കേരള മലപ്പുറത്തോടെ കറാമത്തിന്റെ കനക കൊട്ടാരം തീർക്കുന്ന മജ്ലിസുന്നൂറിന്റെ മഹത്വമുള്ള പേമാരി പോലെ പെയ്തിറങ്ങുന്ന മഹാത്മ്യങ്ങളെ പോലും മറന്നു കളയാൻ ശ്രമിക്കുന്ന പെങ്ങളെ, മടങ്ങി വരണം മോളെ. ഈ മഹത്വത്തിലേക്ക്, ഈ പൊരുത്തത്തിലേക്ക്, ഈ കറാമത്തിന്റെ സുഖരസങ്ങളിലേക്ക് മടങ്ങി വരണം പെങ്ങളെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അദ്ദുആഉ അലൽ ഔലാദ്. അതുകൊണ്ട് ഒന്നാമത് വേണ്ടത് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യല. എവിടെ മുതലാ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്? മക്കൾ ഉണ്ടായതിനു ശേഷമല്ല, ഭാര്യ ഗർഭവതിയായ സമയം മുതലല്ല. പിന്നെ ദുആ ചെയ്യേണ്ടത് എവിടെ മുതലാ? നിന്റെ നിക്കാഹ് നടക്കുന്നതിന്റെ അന്ന് മുതലാ, നിന്റെ നിക്കാഹ് നടക്കുന്ന സമയം മുതലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുള്ളത് അതിന് നിക്കാഹ് നടക്കുന്ന സമയത്ത് എന്താണ് അവിടെ നടക്കുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനും ഭാര്യയ്ക്കും അറിയുമോ? മണവറ പോലെ ഒരുക്കി വെച്ച ഓഡിറ്റോറിയത്തിന്റെ റൂമിന്റെ അകത്ത് മണിക്കൂറുകൾക്കകം മാറി മാറി വരുന്ന വിലപിടിപ്പുള്ള സാരികൾ മാറി ധരിച്ചു കൊണ്ടിരിക്കുന്നതോ, ആഭരണങ്ങൾ മാറി ധരിച്ചു കൊണ്ടിരിക്കുന്നതോ, എന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് പൈങ്കിളിയുടെ മനസ്സുള്ള എന്റെ വയനാട്ടെ പെങ്ങളെ, നീ മറന്നു പോവുകയല്ലേ? പുതുമാരൻ കടന്നു വരുന്ന സിനിമാ സ്റ്റൈലിന്റെ സ്ലോ മോഷൻ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കുന്ന മധുരമുള്ള നിമിഷങ്ങൾ ആത്മീയതയിലേക്ക് കടത്തിവിടാൻ വയനാട്ടെ പെങ്ങളെ നിനക്ക് കഴിയട്ടെ. എന്റെ വൈപ്പടിയിലെ പെങ്ങളെ നിനക്ക് കഴിയട്ടെ. മനോഹരമായ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് ശർവാണി ധരിച്ചുകൊണ്ട്, വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, കയ്യിൽ സ്വർണ്ണമോതിരം ധരിച്ചുകൊണ്ട്, വിലപിടിപ്പുള്ള വാച്ചും സൂട്ടും കോട്ടും എല്ലാം ധരിച്ചുകൊണ്ട് സിനിമാ നടന്ന പോലെ കടന്നു വരുന്ന ഭർത്താവ് ശരീരമനങ്ങാതെ വന്ന് മൗലിയാരെ മുമ്പിലിരിക്കുമ്പോ ആ ഉസ്താദ് ദുആ ചെയ്യുന്നത് എന്താണെന്ന് മടയനായ മണ്ടനായ എടാ ഭർത്താവേ നിനക്കറിയുമോ? നിന്റെ കുടുംബ ജീവിതത്തിലെ ബറക്കത്തിന് ഉസ്താദ് ദുആരക്കുന്നുണ്ട്. നീ ആമീൻ പറയുമ്പോ ചുണ്ടിന്റെ ലിഫ്റ്റിക്ക് പോകുമോ എന്ന് പേടിച്ചിട്ടാണ് പെണ്ണുമാണും ആമീൻ പറയുന്നത്. ഉസ്താദ് പറയുന്നു, അല്ലാഹുമ്മ ർസുഖ് ലഹുമാ ദുരിയത്തൻ ത്വയ്യിബത്തൻ തൻഫഉ ലഹുമാ ഫിദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളെ അവന് കൊടുക്കണേ അല്ലാഹ്. ഉസ്താദ് ദുആരക്കും. അവനാണെങ്കിലോ ആമീൻ എന്ന് ചുണ്ട് ചേർന്നാൽ ലിഫ്റ്റിക്ക് പോകും. പുതിയാപ്പിളല്ലേ, പുതുപെണ്ണല്ലേ, അങ്ങനെയാണ്. ഇന്ന് പിന്നെ യുവാക്കൾക്ക് ദുആ ഇഷ്ടമല്ല. നിക്കാഹിന് വന്നിരിക്കുന്ന മൊയിലാരോട് ആദ്യമേ പുതിയാപ്പിള പറയും, മുസ്ലിയാരെ എവിടെ സ്ഥലം? വയനാടാ, വൈപ്പടിയില. അവിടെയൊക്കെ ഭയങ്കര സുന്നത്തിയമാനത്താണ്, സുന്നികളാണല്ലേ, സുന്നികൾ. ഇച്ചിരി ദുആ മതി കേട്ടോ, വലിയ ദുആയൊന്നും വേണ്ട, വെറുതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്തിനാ. അപ്പൊ അടുത്തിരിക്കുന്ന ആള് പറയും, ഉസ്താദേ ഇവൻ മറ്റേന്റെ ആളാ, തട്ടിക്കോളാൻ പറയും. ഉസ്താദ് അങ്ങോട്ട് തുടങ്ങുമ്പോ ഇലാഹുറത്തി വയനാട് മക്കാം, വൈലാഹൃത്തി താമരശ്ശേരി, വൈലാഹൃത്തി മടവൂര്, വൈലാഹൃത്തി വാഫക്കി, വൈലാഹൃത്തി ശംസുലും, അങ്ങനെ പറഞ്ഞു പറഞ്ഞ് തിരുവനന്തപുരം വിവാഹപ്പള്ളി വരെ എത്തും. എല്ലാ മക്കാമിലും ഓരോ ഫാത്തി ഓതുമ്പോ ഇവൻ ആ സമയത്ത് എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ പെണ്ണിന്റെ പ്രസവം കഴിയാനുള്ള സമയമാവും. അത്രയും സമയം ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് മാമിയും പറയാം. അങ്ങനെയുള്ള മൊയിലാക്കന്മാർ ഇന്നില്ല, പക്ഷെ അങ്ങനെയുള്ള മൊയിലാക്കന്മാർ വേണം. ഇന്നങ്ങനെയുള്ള മൊയിലാക്കന്മാർ ചെറുത് മതിയോ, മതിയോ, അത്ര മതി, മൊയിലേക്ക് രസമാവും. നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാടാ, എന്റെ വാപ്പട കല്യാണോ? എനിക്കിപ്പോ അങ്ങനെ ഹോൾസെയിലായിട്ട് കൊടുക്കാൻ ഇവിടെ ദുആയൊന്നും ഇല്ല. മൊയിലാർ അവന് മുമ്പ് എഴുന്നേറ്റു. പക്ഷെ നമുക്ക് വേണ്ടത് ആദ്യം പറഞ്ഞ മൊയിലാരാ. അങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരുണ്ടെങ്കിൽ യവന്മാരൊന്നും വളരൂലായിരുന്നു. പക്ഷെ ഇന്നിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മഹല്ല ജോലി പ്രശ്നം, പള്ളി പ്രശ്നം, നാട് പ്രശ്നം, അതൊക്കെ ആകുമ്പോൾ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ പ്രിയപ്പെട്ട ഉലമാക്കൾക്ക് ഖൈറും ബറക്കത്തും കൊടുക്കട്ടെ. സാധുക്കളാണ്, എന്തെല്ലാം നോക്കിയിട്ടാണ് ഒരു നാടിനും ഒരു വീടിനും ഒരു പള്ളിക്കും ഖിദ്മത്ത് ചെയ്യുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ദുആ ഇഷ്ടമല്ല, അവിടെ മുതലാണ് നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞ മണവറയിലേക്ക് കടന്നു വരുമ്പോ ഭർത്താവും ഭാര്യയും ദുആരക്കണം. അല്ലാഹ്, സഹധർമ്മിണിയുടെ തലയിൽ
3 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ ഓതിയിട്ട് ഓതി കൊടുത്തിട്ട് രണ്ടുപേരും ദുആരക്കണം. പടച്ചവനെ, ഞങ്ങളുടെ ദാമ്പത്യ വല്ലരിയിൽ വിരിയുന്ന കുസുമങ്ങളാകുന്ന കുഞ്ഞുമക്കളെ ഞങ്ങൾക്കെതിരാക്കല്ലേ അല്ലാ, നിനക്കെതിരാക്കല്ലേ അല്ലാ, നിന്റെ ദീനിനെതിരാക്കല്ലേ അല്ലാ. അടുക്കും ചിട്ടയുമുള്ള മക്കളാക്കണം തമ്പുരാനെ, നിന്നെ ഭയന്ന് ജീവിക്കുന്ന മക്കളാക്കണം റഹ്മാനെ, നിന്റെ പൊരുത്തം തേടുന്ന മക്കളാക്കണം തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോടുകൂടി ദുആ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകമായ സുഖമുണ്ടല്ലോ. അവിടെ മുതൽ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തോ, അവിടെ മുതൽ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തോ. അല്ലാഹുവേ, ഈ സരസിൽ വന്നവരുടെ മക്കളെ നീ പെട്ടെന്ന് മരിപ്പിച്ച് കളയല്ല അല്ലാ. എന്റെ വീട്ടിലേക്ക് ഒരു സഹോദരൻ വന്നു, എന്നെ ആസ്വദിപ്പിക്കാൻ വേണ്ടി വന്നതാ. ഉസ്താദേ, നിങ്ങൾ സങ്കടപ്പെടല്ലേ, നിങ്ങൾ പഴയതിനേക്കാൾ ആവേശത്തോടെ പ്രസംഗിക്കണം. നിങ്ങളുടെ പൊന്നുമോ മരിച്ചു എന്ന് പറഞ്ഞ് തളർന്ന് നിങ്ങൾ ഇരിക്കല്ലേ? ഞാൻ പറഞ്ഞു ഇല്ല, ഒരിക്കലും ഞാൻ തളരൂല്ല. ആ സമയത്ത് വന്ന സഹോദരനുണ്ടല്ലോ, സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടുകയാ. 2 മിനിറ്റ് സംസാരിക്കും, പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടും. 2 മിനിറ്റ് സംസാരിക്കും, പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടും. ആ സഹോദരന്റെ ഭാര്യ പറഞ്ഞു, ഉസ്താദേ, 27 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോ വാഹനാപകടത്തിൽ മരണപ്പെട്ടപ്പോ ആ വാർത്ത വിദേശ രാജ്യത്തിലും നിറഞ്ഞപ്പോ എന്റെ ഭർത്താവും ഞെട്ടിയതാ. ആ ഞെട്ടൽ 27 വർഷം കഴിഞ്ഞിട്ട് ഈ സമയം വരെ മാറിയിട്ടില്ല, ഈ സമയം വരെ മാറിയിട്ടില്ല. ഇപ്പോഴും ഞെട്ടുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചെറിയ പ്രായത്തിൽ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് കാഴ്ച കിട്ടിയ ഒരു മഹാനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ബുഖാരി ഇമാമിന് ചെറിയ പ്രായത്തിൽ 2 കണ്ണിനും കാഴ്ചയില്ലായിരുന്നു എന്നാണ് ചരിത്രം. 2 കണ്ണിനും കാഴ്ചയില്ല ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വീകാര്യോഗ്യമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ഖത്തമുൽ ബുഖാരി നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അതിരാമ്പട്ടണം മമ്മിക്കുട്ടി അസ്റത്തിന്റെ നേതൃത്വത്തിൽ ബുഖാരി പാരായണം ചെയ്ത് തീർന്നിട്ടൊരു ദുആ മന്നാനി അറബി കോളേജിലുണ്ട്. അമ്പിക്കുട്ടി അസ്റത്തിന്റെ അതിരാമ്പട്ടണത്തെ സ്ഥാപനത്തിലുണ്ട്. വലിയ മഹാനാണ്. അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യാഫിയത്തും കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന് ചെറിയ പ്രായത്തിൽ 2 കണ്ണിനും കാഴ്ചയില്ലായിരുന്നു. പക്ഷെ ഉമ്മാക്ക് സങ്കടം, രാത്രിയും പകലുമില്ലാതെ ഉമ്മ ദുആരക്കുമായിരുന്നു. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വലിയ ആലിമാക്കാനും വലിയ ഹാഫിളാക്കാനുമാണ് തമ്പുരാനെ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ അല്ലാ, ആ കുഞ്ഞിന് നീ കാഴ്ച കൊടുത്തില്ലല്ലോ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് കാഴ്ച കൊടുത്തില്ലല്ലോ റഹ്മാനെ. നീ കാഴ്ച കൊടുക്കണേ അല്ലാ, കാഴ്ച കൊടുക്കണേ അല്ലാ. വയനാട്ടിൽ വന്ന ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടല്ലോ. ഒരു ഉമ്മയുടെ, ഒരു വാപ്പയുടെ പ്രാർത്ഥന പടച്ച തമ്പുരാന്റെ അടുത്ത് വല്ലാത്ത വിലമതിക്കാനാകാത്ത ഒന്നാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഉമ്മ മരിച്ച് കബറടക്കിയിട്ട് തിരിച്ചു വരുമ്പോ കല്ലിൽ കാല് കയറി തട്ടിയപ്പോ അല്ലാഹ് പറഞ്ഞു, മൂസാ നബിയെ ഇനി ശ്രദ്ധിച്ച് നടക്കണം. മൂസാ നബിയെ, ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, കാവലായി ഉമ്മയുടെ പ്രാർത്ഥന ഇനി നിങ്ങൾക്കില്ല. അതുകൊണ്ട് മൂസാ നബിയെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഉമ്മയുടെയും വാപ്പയുടെയും പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടി മാതാവിന്റെ, മക്കൾക്ക് വേണ്ടി പിതാവിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് വിലമതിക്കാനാകാത്ത ഒരു വലിയ സമ്പാദ്യമാണ്. അത് വയനാട് ജില്ലയിലെ ഉമ്മ, വയനാട് ജില്ലയിലെ ഉപ്പ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചൊല്ലാൻ മറക്കല്ലേ. ബുഖാരി എന്ന പ്രിയപ്പെട്ട പൊന്നോമന പുത്രന്റെ കാഴ്ചയിൽ പ്രിയപ്പെട്ട ഉമ്മ ചങ്ക് പൊട്ടിക്കരന്ന് ദ്വാരം ഒരു രാത്രിയിൽ ആ മഹദി ഒരു സ്വപ്നം കാണുകയാണ്. ചരിത്രം പറയുന്ന പറയത്തു ഉമ്മഹു ഇബ്രാഹിം ഖലീലുല്ലാഹ്, ഇബ്രാഹിം നബി എന്ന പ്രവാചക. മക്കളുടെ വിഷയത്തിൽ അല്ലാഹു സ്വപ്നം കാണിച്ചു കൊടുക്കുന്നത് ഇബ്രാഹിം നബിയാണ്.
മക്കളുടെ വിഷയത്തിൽ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഇബ്രാഹിം നബി എന്ന പ്രവാചകനെയാണ്. കാരണം എന്തെന്നറിയോ, നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് ഇബ്രാഹിം നബിയുടെ ചുറ്റുവട്ടത്ത് കുറെ കുഞ്ഞുമക്കൾ ഉണ്ടാകും. പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയവരാണ് തമ്പുരാനെ ആ കുഞ്ഞുമക്കള്. അവർ ഇബ്രാഹിം നബിയോടൊപ്പമാണ് സ്വർഗത്തിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ് അല്ലാഹു പടച്ച തമ്പുരാ അൽഹംദുലില്ലാഹ് സ്വപ്ന ദർശനം നടത്തി കൊടുക്കുന്നത്. എന്തുകൊണ്ട്? കാത്തിരുന്ന് പ്രായാധിക്യത്തിന്റെ സമയമായപ്പോ അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു കുഞ്ഞിനെ കൊടുത്തല്ലോ. ഇസ്മായിൽ എന്ന പ്രിയപ്പെട്ട കുഞ്ഞിനെ കൊടുത്തപ്പോ അല്ലാഹു ഇബ്രാഹിം നബിയോട് ആ കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവെച്ചറക്കാൻ പറഞ്ഞില്ലേ? ആ കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവെച്ചറക്കാൻ പറഞ്ഞു ഇബ്രാഹിം നബിയോട്. അള്ളാഹ്ക്കറിയാം നല്ല ഈമാനുള്ള ആളാണൊക്കെ ശരിയാണ്. പക്ഷേ ഇബ്രാഹിം നബി തിരിച്ചു പറയുമെങ്കിലോ, അടച്ചവനെ ഇപ്പൊ തന്നതല്ലേ ഉള്ളൂ, നല്ല രസമുള്ള മോനല്ലേ, കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ചെയ്താ മതിയോ, ഞാനൊന്ന് സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല എന്ന ഒരു വാക്കുപോലും ഇബ്രാഹിം നബി പറഞ്ഞില്ല. പൊന്നുമോൻ പറഞ്ഞതെന്താ? قال يا بني افعل ما تؤمر ستجدني ان شاء الله من الصابرين. ബാപ്പാ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ, അള്ളാന്റെ കോടതിയിൽ ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ നമുക്ക് കാണാം എന്ന് ഇസ്മായിൽ നബി പറഞ്ഞു. ഇബ്രാഹിം നബി ചെയ്തു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിക്ക് ആ ഒരു വലിയ പദവി അള്ളാഹു കൊടുത്തത് മക്കളുടെ വിഷയത്തിൽ. അതിന് പകരമാണ് നമ്മൾ ഉളുഹിയ അറുക്കുന്നത്. നമ്മുടെ ഉളുഹിയയും ഇബ്രാഹിം നബിയുടെ അറവും തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്തു നോക്കി എങ്ങനെയുണ്ട് എന്ന്. നമ്മൾ സ്വന്തമായിട്ട് അറുത്ത് സ്വന്തമായിട്ട് തീറ്റി തന്നെ അല്ലേ? നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോ താമരശ്ശേരി കൊടുവള്ളി ഭാഗത്തൊക്കെ കുറച്ചൊരു 10-20 കിലോമീറ്റർ മുകൾ ഭാഗത്തോട്ടൊക്കെ ഒന്ന് കയറിപ്പോയാൽ കുറേ സാധുക്കളുണ്ട്. ഒരു 100 ഗ്രാം മാംസം പോലും ബലിനാളിന് കിട്ടാത്ത വീടുകളുണ്ട്. നമ്മൾ അറിയണുണ്ടോ? ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടെടുത്ത് കളയുന്നു. ആടും പോത്തും ഒക്കെ അങ്ങനെ തന്നെ. സുബ്ഹാനല്ലാഹ്, എത്രയോ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയായി പോകുന്നു? നമ്മൾ എന്തുകൊണ്ട്? ഇപ്പൊ ഞാന് കൊല്ലം ജില്ലയിൽ ഒരു ആതുരാലയം തുടങ്ങി. എന്ത് തുടങ്ങിയത്? കേരളത്തിലെ ഒരു 10-15 ആതുരാലയം ഞാൻ കണ്ടു. ആ 15 ആതുരാലയത്തിനും നേതൃത്വം കൊടുക്കുന്നത് ക്രിസ്ത്യാനികളാണ്. ഇവിടെ ഒരുപാട് ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്. കസേര വറക്കാനും ഇവരോടൊപ്പം നിൽക്കാനും അതിന് ഒരു സാഹോദര്യത്തിന്റെ തെളിനില ഉദിച്ചു നിൽക്കുന്ന ഒരു സൗന്ദര്യം ക്രിസ്ത്യൻ സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും വരുത്തി. എന്തുകൊണ്ട് നമുക്കതിന് കഴിയുന്നില്ല? അത് വലിയ നൂലാമാലയുള്ള കേസാവും സാറേ. അത് നമുക്ക് ചെയ്യാൻ പറ്റൂല. നമുക്ക് വല്ല ഷെയർ മാർക്കറ്റോ വല്ല ബിസിനസ്സോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞോ, ചെയ്യാം. ഇഷ്ടം പോലെ പണം. ഈ ലോകത്ത് ഏറ്റവും അധികം പണം നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിലല്ലേ? അല്ലേ സഹോദരങ്ങളെ? പക്ഷേ നമ്മളൊന്ന് വിചാരിച്ചാൽ ഈ ലോകത്ത് ഏറ്റവും അധികം പട്ടിണി കിടന്ന് കരയുന്നതും മുസ്ലിം സഹോദരിമാരാണ്, മുസ്ലിം ഉമ്മമാരാണ്. ഒരു സംശയം ആ കാര്യത്തിലില്ല. എത്രയോ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ചെയ്യുന്നു കാരുണ്യ പ്രവർത്തനം. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് മെഴുകുതിരി കത്തിച്ച് അവര് പ്രാർത്ഥിക്കുന്നത് വെറുതെയല്ല. ഏകപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയെ തിരുവിതൽ ഭൂമിയിൽ എന്നെന്നും നിറവേറ്റിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണ് ദൈവം എന്ന് പാടുന്ന പോലെ തന്നെ ജീവിതം ഒരു മാറ്റും. ദൈവത്തിന് വേണ്ടി, കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി. പക്ഷേ സത്യസന്ധമായ ഇസ്ലാമിന്റെ മഹത്വം പറയുന്ന മുസ്ലിം മക്കളോ രോഗിയെ നോക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് വൃക്ക അടിച്ചു മാറ്റി വിറ്റ് 10 സെന്റ് വസ്തു കൂടെ വാങ്ങി വെക്കും. നമ്മൾ ചെയ്യണം. ഉളുഹിയയുടെ മാംസം നമ്മുടെ നാട്ടിൽ നിന്ന് അടുത്തുള്ള പാവപ്പെട്ട അർഹതപ്പെട്ടവർക്ക് കൊണ്ടു കൊടുക്കാൻ ഇത്തിരി പരിശ്രമിച്ചത് കൊണ്ടോ ഇത്തിരി ത്യാഗം ചെയ്തത് കൊണ്ടോ നമുക്ക് എന്താണ് നഷ്ടം വരാൻ പോകുന്നത്? ഒന്നുമില്ലല്ലോ. നമ്മൾ ചെയ്യൂല. ഇവിടെ പിന്നെ എന്ത് ഇബ്രാഹിം നബിയാണുള്ളത്? നിങ്ങൾ ഏത് ഇബ്രാഹിം നബിയുടെ മഹത്വമാണ് പറയണത്? ഏത് ഇബ്രാഹിം നബിയുടെ മഹത്വമാണ്? പള്ളികൾക്ക് മത്സരം. ആ പള്ളി 10 മൂര്യ ഈ വർഷം ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് സെക്രട്ടറി വന്നിട്ട് ഖത്തീബിന്റെ പറയും, വെള്ളിയാഴ്ച തകർത്തോ, ഞങ്ങൾക്ക് 20 പിന്നെ നാളെ ഇറക്കണം ഈ വർഷം, എങ്കിലേ നമ്മുടെ മഹലിന്റെ പവർ ഉണ്ടാവണം. അങ്ങനെ മുസ്ലിയാർ അങ്ങോട്ട് പ്രസംഗിക്കും. സിറാത്ത് പാലത്തിൽ ഹീറോ ഇരുന്ന് പോണ പോലെ പോവാം.
അതുകൊണ്ട് നല്ല കൊമ്പുള്ള പോത്തിനെ വാങ്ങിക്കുമെന്നൊക്കെ പ്രസംഗിക്കും ആൾക്കാർ. ഞാൻ 2 പോത്ത്, ഞാൻ 3 പോത്ത്. ഇവരൊക്കെ ബ്ലൈഡ് കമ്പനിക്കാരായിരിക്കും പറയണമൊക്കെ. പക്ഷേ ഇവർ ഏത് പോത്തിന്റെ മണ്ടയിരുന്ന് പോകാനാ പറഞ്ഞോ? ഇങ്ങനെ ആവേശം കൊണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സഹോദരങ്ങളെ. ആ ചരിത്രം നമ്മൾ അറിയണം. വലിയപെരുന്നാളിന്റെ സമയമാകുമ്പോ ഖത്തീബുമാരാരെങ്കിലും ഇബ്രാഹിം നബിയുടെ ചരിത്രം പ്രസംഗിക്കുമ്പോ നിങ്ങൾ പറയും ഇയാൾക്ക് എല്ലാ വർഷവും ഇത് തന്നെ ഉള്ളത്. പിന്നെ ഇബ്രാഹിം നബി അല്ലാതെ വലിയപെരുന്നാളിൽ ഏത് പ്രവാചകന്റെ ചരിത്രം പറയാനോ? ഇയാൾക്ക് എല്ലാ വർഷവും ഇത് തന്നെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് പുച്ഛമാണ്, നമ്മളതിനെ കളിയാക്കി തള്ളും. പക്ഷെ ആ ചരിത്രത്തിന്റെ വാസ്തവം നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഒരു വാപ്പ മകന്റെ കഴുത്തറക്കുന്നു, അള്ളാഹുവിന് വേണ്ടിയാ, പടച്ചോന് വേണ്ടിയാ, അല്ല ദുനിയാവിന്റെ സുഖരസങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഇന്ന് ഭൗതിക ലോകത്ത് കാമുകന് വേണ്ടി ഉമ്മ മോനെ കൊല്ലുന്നു, മോളെ കൊല്ലുന്നു, അത് വേറെ കാര്യം. ഇത് പടച്ചവന് വേണ്ടിയാണ്. കാത്തിരുന്ന് കിട്ടിയ തങ്കക്കൂടത്തിന്റെ കഴുത്തെറുക്കാൻ അള്ളാഹു എന്ന സൃഷ്ടാവിന് വേണ്ടി മടി വിചാരിക്കാത്ത ഇബ്രാഹിം നബിയാണ് അള്ളാഹു കുഞ്ഞുമക്കൾക്ക് നേതൃത്വം കൊടുക്കാൻ സ്വർഗത്തിൽ ഏൽപ്പിക്കുക. എന്റെ മോൻ മരിച്ചാൽ അവന് കിട്ടുന്നത് ഇബ്രാഹിം എന്ന വാപ്പച്ചിയാണ്, ഇബ്രാഹിം എന്ന ഉപ്പയാണ്. അവിടെ നൗഷാദ് വാക്കവി വട്ടപൂജ്യമല്ലേ? ഞാൻ കൊടുത്ത സ്നേഹത്തിന്റെ കോടിക്കണക്കിന് ഇരട്ടി സ്നേഹമല്ലേ ഇസ്മായിൽ എന്ന പൊന്നുമോന്റെ കഴുത്തിൽ കടാരി വെച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് കൊടുക്കുക. ഇബ്രാഹിം നബിയുടെ മോനാണ് ഇന്ന് മുസ്താഖ് അഹമ്മദ്. ഇബ്രാഹിം നബിയുടെ മോനാണ് ഇന്ന് ചെറിയ പ്രായത്തിൽ മരണപ്പെട്ട മക്കൾ. അവർ നമ്മുടെ മക്കളല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോ നമ്മളെ തിരിച്ചറിഞ്ഞാൽ എനിക്ക് എന്റെ ഉപ്പച്ചിയെ സ്വർഗത്തിൽ വേണം, എന്റെ ഉമ്മച്ചിയെ സ്വർഗത്തിൽ വേണം എന്ന് തിരിച്ചറിഞ്ഞു പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത്രേ ഉള്ളൂ. അവകാശം പറയാൻ നമ്മൾ ആരുമല്ല. നമ്മുടെ മക്കളെ നമുക്ക് അല്ലാഹു തരുന്നതാണ്. ബുഖാരി ഇമാമിന്റെ ഉമ്മ കരഞ്ഞു ദുആ ചെയ്തു, റബ്ബേ എനിക്കെന്റെ പൊന്നുമോന് കാഴ്ചയില്ലെങ്കിൽ ക്ഷീണമാണ്, അതുകൊണ്ട് തമ്പുരാനെ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമകൻ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോന് കാഴ്ച കൊടുക്കണേ അല്ലാ. രാത്രിയിൽ ഫറഅത്ത് ഉമ്മഹു ഇബ്രാഹിം ഖലീലുല്ലാഹ്, ഇബ്രാഹിം നബി എന്ന പ്രവാചകനെ ബുഖാരി ഇമാമിന്റെ ഉമ്മ സ്വപ്നം കാണുകയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി വന്നു പറഞ്ഞു, ഖദ റദ്ദല്ലാഹു അലാ വലദികി ബസറ പെങ്ങളെ, നിന്റെ അധികരിച്ചുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, നിരന്തരമുള്ള ദുആ ഉണ്ടല്ലോ, രാവും പകലുമില്ലാതെ നിങ്ങൾ മകന് വേണ്ടി ദുആ ചെയ്തപ്പോ അല്ലാഹുവിന് സഹിക്കാൻ കഴിയുന്നില്ല. ഖദ് റദ്ദല്ലാഹു അലാ വലദികി ബസറ, നിന്റെ പൊന്നുമോൻ അല്ലാഹു കാഴ്ച കൊടുത്തിരിക്കുന്നു പെണ്ണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്ന് പറഞ്ഞപ്പോ ചാടി എഴുന്നേറ്റ് പോയിട്ട് ബുഖാരി ഇമാമിന്റെ പ്രിയപ്പെട്ട ഉമ്മ ആ പൊന്നുമോനെ കുലുക്കി വിളിക്കുകയാ. 2 കണ്ണിനും കാഴ്ചയില്ലാതിരുന്ന ബുഖാരി ഇമാം 2 കണ്ണു തുറന്ന് ജീവിതത്തിൽ ആദ്യമായി പ്രിയപ്പെട്ട ഉമ്മയെ കാണുകയാണ്. അൽഹംദുലില്ലാഹ്. നിരന്തരമായ ഉമ്മയുടെ പ്രാർത്ഥന, നിരന്തരമായ ഉമ്മയുടെ ദുആ ആ കുഞ്ഞിന് കാഴ്ചക്ക് കാരണമായി പോയെങ്കിൽ അല്ലാഹുവേ, പിന്നീട് 1000 ഉസ്താദുമാര് ബുഖാരി ഇമാമിനുണ്ടായിരുന്നു. 70,000-ത്തിലധികം ഹദീസുകൾ പഠിച്ചു. അത്ഭുതത്തിന്റെ വിജ്ഞാന കേന്ദ്രമായിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു മാറിയെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവേ, ഉമ്മ നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഇന്ന് വരെ ദുആ ചെയ്തിട്ടുണ്ടോ? എന്ത് ദുആയാ? അവന് ദുനിയാവ് കിട്ടാനില്ല, നല്ല വീട് വേണ്ടി ദുആ ചെയ്ത ഉമ്മ, നല്ല ജോലിക്ക് വേണ്ടി ദുആ ചെയ്ത ഉമ്മ, നല്ല സമ്പത്തിന് വേണ്ടി ദുആ ചെയ്ത ഉമ്മ, എന്റെ പൊന്നുമോന് നല്ല പരലോകം കൊടുക്കണമെന്ന് നീ ദുആ ചെയ്തിട്ടുണ്ടോ? എങ്കിലല്ലേ അവരെ നന്നാവൂ, എങ്കിലല്ലേ നമ്മൾ മരണപ്പെടുമ്പോ നമ്മുടെ കബറിന്റെ അടുത്ത് വന്നിട്ട് അവര് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയുള്ളൂ. അല്ലാഹുവേ, അങ്ങനെ ദുആ ചെയ്യണം ഉമ്മ. നമുക്കെതിരാകുന്ന മക്കളാകരുത്, കള്ളുകുടിച്ചു കൊണ്ടുവന്ന് ഉമ്മയുടെ മയ്യത്തിന്റെ അടുത്ത് നിൽക്കുന്ന മകനാകരുത്, കള്ളുകുടിച്ച് ബോധമില്ലാതെ ഉമ്മാടെ മയ്യത്തിന്റെ മുമ്പ് വന്ന് നിൽക്കുന്ന മകളാകരുത്. ഇന്ന് കള്ളും കഞ്ചാവും സുലഭമാണ്. മാതാപിതാക്കളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ പോകും, അവരതിൽ പെട്ടുപോകും. വയനാടൊക്കെ അതിന് വളരെ സൗകര്യമുള്ള സ്ഥലങ്ങളുണ്ട്. അല്ലാഹുവേ, നീ കാക്കണം അല്ലാ, നീ കാക്കണം അല്ലാ. ഞാൻ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരം എന്ന ആതുരാലയത്തിൽ എല്ലാ മാസവും 11-ാം തീയതി വൈകുന്നേരം ഒരു പ്രഭാഷണവും ദുആയും ഒക്കെയുണ്ട്. അങ്ങനെ കൊല്ലം ജില്ലയുടെ കടക്കിൽ ഞാൻ കഴിഞ്ഞ 11-ാം തീയതി ദുആ നടത്തിക്കൊണ്ടിരിക്കുമ്പോ വയനാട് നിന്നൊരു കുഞ്ഞു ബസ് അവിടെ വരികയാണ്. ഒരു 10-20 ചെറുപ്പക്കാരവിടെ വന്നു. അല്ലാ, അവരെല്ലാവരും വയനാടുള്ളവരാണ്, അവരെല്ലാവരും വയനാടുള്ളവരാണ്. കഴുത്തിൽ ബാഡ്ജ് കുത്തിയിട്ട് കടന്നു വന്നവരാ. ഉസ്താദേ, ഞങ്ങൾ നിങ്ങളുടെ പ്രഭാഷണം ഇഷ്ടപ്പെടുന്നവരാണ്, നിങ്ങൾ ഇതുപോലെ രോഗികൾക്ക് വേണ്ടി
ഇങ്ങനെ ഒരു സമ്പ്രദായം തുടങ്ങിയെന്നറിഞ്ഞപ്പോ അത് നിങ്ങളോടൊപ്പം ഇരുന്നൊന്ന് കാണാമെന്നവരാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് സാറേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിശദീകരിക്കാൻ തുടങ്ങി. ആരെന്നറിയോ? 20 വയസ്സുള്ള, 25 വയസ്സുള്ള, 18 വയസ്സുള്ള ഇസ്ലാമിന്റെ ചുണക്കുട്ടന്മാര്. നൗഷാദ് വാക്കറിക്ക് രോമാഞ്ചമുണ്ടായി പോയി. ഉമ്മത്തെ, വയനാടിന്റെ എന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാരാണത് ചെയ്തു പോയത്. ഞങ്ങൾ തളർന്നു വീഴുന്നവർ താങ്ങിയെടുക്കുന്നവരാണ് ഉസ്താദേ. ബ്ലഡ് ആവശ്യമുള്ളവർക്ക് ബ്ലഡ് കൊടുക്കുന്നവരാണ് ഉസ്താദേ. പണം ആവശ്യമുള്ളവർക്ക് പണം കൊടുക്കുന്നു, വീട് വെച്ചു കൊടുക്കുന്നു, മരുന്ന് വാങ്ങി കൊടുക്കുന്നു, സഹായിക്കുന്നു, സംരക്ഷിക്കുന്നു, സ്നേഹം കൊടുക്കുന്നു. ഞങ്ങൾ ഇനി ഉസ്താദിനോടൊപ്പമാണ്. നിങ്ങൾ പറയുന്ന പോലെ കാരുണ്യ പ്രവർത്തനത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ചെറുപ്പക്കാര് അവർ ഈ വൈപ്പടിയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ അവരെ കുറിച്ച് ഇവിടെ പറഞ്ഞിരുന്നറിയോ? ഒരുപാട് പാവപ്പെട്ടവരുള്ള വയനാട്, ഒരുപാട് കർഷകരുള്ള വയനാട്, ഒരുപാട് കഷ്ടപ്പാട് കണ്ണീരുമുള്ള വയനാട്, ഒരുപാട് ത്യാഗം ചെയ്ത് ജീവിക്കുന്ന വയനാട്, ഒരുപാട് പട്ടിണികൾ കിടക്കുന്ന വയനാട്, ഒരുപാട് പള്ളിയും മദ്രസയും ഉള്ള വയനാട്. ആ വയനാടിന്റെ തിരുവോരത്ത് എന്റെ പ്രിയമുള്ളവരെ കഞ്ചാവ് വളരാൻ അനുവദിച്ചുകൂടെ? ഇസ്ലാമിന്റെ മക്കളെ, കള്ളധികരിപ്പിക്കാൻ പാടില്ല, ലഹരി അധികരിപ്പിക്കാൻ പാടില്ല. ഹറാമിയപ്പുകളുടെ കൂത്തരങ്ങുകളായി വയനാടിന്റെ പ്രദേശങ്ങൾ മാറാൻ അനുവദിക്കരുതേ ചെറുപ്പക്കാരോ. കാവൽ മാലാഖമാരെ പോലെ ചങ്കുപൊട്ടുന്ന ഇസ്ലാമിനോടുള്ള പ്രേമം കൊണ്ട് ഒരു ഉമ്മപറ്റ മക്കളെ പോലെ നെഞ്ചോട് നെഞ്ച് ചേർന്നുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കണം എന്റെ പേടക്കുട്ടന്മാര്. എന്നിട്ട് നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകാം മോനെ, അല്ലാഹുവിന്റെ അർശിന്റെ താഴെ പോയിരിക്കാം മോനെ. ആരംഭ റസൂല് വിളിക്കുമ്പോ ഓടിച്ചെന്നുകൊണ്ട് ആ കവിളത്ത് മുത്തം കൊടുക്കാം പൊന്നുമോനെ. അല്ലാഹു തന്ന ആരോഗ്യത്തെ ആ പടച്ചവന് തിരിച്ചു കൊടുക്കണോ? അല്ലാഹു തന്ന സമ്പത്തിനെ, അല്ലാഹു തന്ന ആയുസ്സിനെ, അല്ലാഹു തന്ന സുഖത്തെ ദീനീ ഖിദ്മത്തിന് വേണ്ടി, കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആ റബ്ബുൽ ആലമീനാണ് പടച്ചതമ്പുരാനെ തിരിച്ചു കൊടുക്കാ. എന്റെ വയനാട്ടിലെ ചെറുപ്പക്കാരോ മനസ്സ് വെക്കുക. കഞ്ചാവ് നമുക്ക് വേണ്ട, ലഹരി നമുക്ക് വേണ്ട, കള്ളു നമുക്ക് വേണ്ട, അനിസ്ലാമികമായ പ്രവർത്തനങ്ങളൊന്നും നമുക്ക് വേണ്ടോ. അല്ലാഹു തന്ന യുവത്വത്തെ, അല്ലാഹു തന്ന ആരോഗ്യത്തെ പടച്ചവന്റെ വിരിമാറിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തം നമുക്ക് കൈനീട്ടി വാങ്ങാം വയനാട്ട് ചെറുപ്പക്കാരാ. അതുകൊണ്ട് പറയുകയാ ഉമ്മമാരെ, നിങ്ങൾ ദുആരക്കണം മക്കൾക്ക് വേണ്ടി. അവര് നമുക്കെതിരാവല്ലേ, അവര് നമുക്കെതിരാവല്ലേ. പ്രിയപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാതെ അറിവിന്റെ, അഴകിന്റെ, അദബിന്റെ, ആത്മീയതയുടെ തേരിലേറി പറന്നുയർന്നു പോലെ മഹാനാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആലിമു ഖുറൈശിൻ യംലു തിബാഖുൽ അർളി ഇൽമാ. ഒരു ഭൂഖണ്ഡം നിറയെ ഇൽമു കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച ഒരു പണ്ഡിതൻ എന്റെ ഉമ്മത്തിൽ വരും. ഇമാമുനാ ഷാഫി റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും വലിയ ഒരു ആലിമാകാൻ കഴിഞ്ഞു? 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപാഠമാക്കി. വെറുതെയാണോ? അതിന്റെ അകത്ത് ഒരു ഉമ്മയുടെ രഹസ്യം, ഒരു ഉമ്മയുടെ രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിവിടെ വന്ന ഉമ്മമാർ മക്കൾക്ക് വേണ്ടി തിരിച്ചറിയണം, മക്കൾക്ക് വേണ്ടി തിരിച്ചറിയണം. അതിനകത്ത് ഒരു ഉമ്മയുടെ രഹസ്യമുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും വലിയ ആലിമാകാൻ പറ്റി? ഇത്രയും മനഃപാഠമാക്കാൻ, ഖുർആൻ ഇങ്ങനെ മനഃപാഠമാക്കാൻ, ഹദീസുകൾ ഇങ്ങനെ മനഃപാഠമാക്കാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഉമ്മ എന്റെ മുലകൂടി നിർത്തുന്ന സമയം വരെയും മാറിടം കഴുകാതെ ഒരു തുള്ളി പാല് പോലും എനിക്ക് തന്നിട്ടില്ല. ഇമാമുനാ ഷാഫി റളിയല്ലാഹു അൻഹു അതൊരു പുണ്യകാര്യമായിട്ടാണ് ഉമ്മ കണ്ടത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഉമ്മ മാറിടം വൃത്തിയായിട്ട് കഴുകിയിട്ടല്ലാതെ ഒരു തുള്ളി പാൽ എനിക്ക് തന്നിട്ടില്ല. വെറുതെയാണോ ഈ ഇൽമും ഈ അറിവും ഒക്കെ ആ പ്രിയപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് കിട്ടിയത്? എന്നിട്ട് പറയുന്നു, എന്റെ ഉമ്മ എനിക്ക് പാല് തരുമ്പോ എന്റെ ഉമ്മ ഞാനൊരു വലിയ ആലിമാകണം, ഇൽമുള്ളവനാകണം എന്ന് ആഗ്രഹിച്ചിട്ട് ആ ചിന്തയിലാണ് പാല് തന്നിരുന്നത്. ഒരുമ്മ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് അങ്ങനെയായിരിക്കും ആ കുഞ്ഞ് എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. സീരിയൽ കണ്ടുകൊണ്ട് കുഞ്ഞിന് പാല് കൊടുക്കുന്ന ഉമ്മമാർ, അയൽവക്കത്തെ സഹോദരിമാരോട് നുണ പറഞ്ഞിട്ട്, കഥ പറഞ്ഞിട്ട്, ഫസാദ് പറഞ്ഞിട്ട്, ചരിത്രം പറഞ്ഞിട്ട്, തമാശ പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന കുഞ്ഞിന് പാല് കൊടുക്കുന്ന ഉമ്മമാർ.
ഇനി ഒരു ഇമാം ഷാഫിയെ വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് മോഹിക്കുന്നവരല്ല. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കണമെന്ന് ചിന്തിക്കുന്നവരല്ല. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് അല്ലാഹുവിന്റെ ദീൻ നുകരണമെന്ന് അവരെ ആ രീതിയിലേക്ക് വിടണ്ടേ നമ്മൾ? ഇപ്പൊ സമസ്ത അൽ ബിർ എന്ന് പറയുന്ന ഒരു സ്കൂൾ തുടങ്ങി. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുമക്കൾ ബാത്റൂമിൽ കയറുമ്പോൾ പറയാനുള്ള ദുആ, ഉറങ്ങുമ്പോൾ പറയാനുള്ള ദുആ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു നല്ല ബുദ്ധി തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദഹു ചെറിയ പ്രായത്തിൽ എത്രയോ വലിയ ബുദ്ധിയുടെ അഗാധമായ പാണ്ഡിത്യത്തിന്റെ ഉറവിടമായിരുന്നു. നല്ല കഴിവും നല്ല ബുദ്ധിയുമായിരുന്നു ചെറിയ പ്രായത്തിൽ. വീട്ടിനകത്ത് പ്രിയപ്പെട്ട ഉപ്പ ശംസുൽ ഉലമയുടെ റൂം പരിശോധിക്കാൻ വേണ്ടി കയറി. എന്തൊക്കെയാണ് മോൻ വായിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. നമ്മുടെ മക്കളുടെ റൂമിനകത്ത് കയറിയ മുത്തുച്ചിപ്പിയും ഫയറും ഒക്കെയാണ് കിട്ടുക. ശംസുൽ ഉലമയുടെ പ്രിയപ്പെട്ട ഉപ്പ കടന്നു ചെന്ന റൂമിൽ ഒരുപാട് പുസ്തകങ്ങൾ, വിദേശ ഭാഷകൾ. ഭയങ്കര കഴിവാണ് മോനെന്ന് മനസ്സിലായപ്പോ അദ്ദേഹത്തിന്റെ ഉപ്പ വിചാരിച്ചു അവൻ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല, ആത്മീയതയിലേക്ക് വിടാം. അങ്ങനെ വിചാരിക്കാതിരുന്നെങ്കിൽ ഒരു 100 APJ അബ്ദുൽ കലാമിന്റെ ഗുണം ഈ രാജ്യത്തിന് ശംസുൽ ഉലമ എന്ന ഒരൊറ്റ മനുഷ്യൻ ചെയ്യുമായിരുന്നു. അത്രയ്ക്ക് തലയുണ്ടായിരുന്നു. പക്ഷെ അതിനെ മുഴുവനും അള്ളാഹുവിലേക്ക്, ആത്മീയതയിലേക്ക്, അറിവിലേക്ക് തിരിച്ചുവിടാൻ ആ പിതാവ് മനസ്സ് വെച്ചപ്പോ ആ രീതിയിലേക്കായി. നമ്മുടെ മക്കളെ നാമാണ് ആ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇപ്പൊ എനിക്ക് എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ മദ്രസയിൽ ഇരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് മുഹമ്മദ് കുഞ്ഞെന്ന് പറയും, മദ്രസയിലെ ഉസ്താദ്, കൊല്ലം ജില്ലക്കാരനാണ്. അന്ന് നബിദിന കലാപരിപാടികൾക്ക് നടക്കുന്ന സമയം ആദ്യമായിട്ട് എന്നോട് നിർബന്ധിച്ചിട്ട് എന്തായാലും നീ പാട്ട് പാടണമെന്ന് പറഞ്ഞു. അന്ന് ജീവിതത്തിൽ ഞാൻ അതുവരെ പാടിയിട്ടില്ല. എന്റെ വാപ്പ ചെറിയ പാട്ടൊക്കെ പാടുമായിരുന്നു. കായലരികത്ത് വളയെറിഞ്ഞപ്പോ വളവിരിക്കുക സുന്ദരി എന്നൊക്കെ പറയുമായിരുന്നു. അത് അന്നത്തെ കാലമല്ലേ. അപ്പോ ഉസ്താദ് പറഞ്ഞു, നീ പാടണം, നീ ഖുർആൻ ഓതണം, നീ ബാങ്ക് വിളിക്കണം, നീ പ്രസംഗിക്കണം. ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു. ആരും ചെയ്തില്ലെങ്കിൽ അടിയാണ് അവർക്ക്. അപ്പൊ നിർബന്ധമാണ് ചെയ്തേ പറ്റുള്ളൂ. നിബിദിനായ അല്ലാഹുവേ മൈക്കിന്റെ മുമ്പൊക്കെ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ, പക്ഷെ ആ ഉസ്താദ് അങ്ങനെ പ്രേരിപ്പിച്ച് കയറ്റിയത് കൊണ്ടല്ലേ എനിക്കൊന്ന് മൈക്കിന്റെ മുമ്പ് നിൽക്കാൻ പറ്റുന്നത്. അന്ന് വേണ്ടാന്ന് പറഞ്ഞ മദ്രസയിൽ നിന്ന് ഇറങ്ങി ഓടിയിരുന്നെങ്കിൽ ഇന്ന് നൗഷാദ് വാക്ക ഉണ്ടാവും. അതാണ് പറഞ്ഞത്, ആ സമയത്ത് നമ്മളാണ് ആ മക്കളെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ. അന്ന് പാടിയ പാട്ട് ഇന്ന് പാടാൻ പറ്റില്ല, പ്രശ്നമാണ്. എന്നാൽ പോലും അല്ലേ, വയനാട് ഇറക്കി വേണ്ടി വേണമെങ്കിൽ ഒരു വരി പറഞ്ഞു. അന്ന് പാടിയ പാട്ട് ഇന്ന് പാടാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമാണ് ആ പാട്ട് അല്ലേ. ചില മാപ്പിള പാട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, കണ്ടാ ഉളു മുറിയും കേട്ടാ കുളികർ ബന്ധാവും, അങ്ങനത്തെ പാട്ടൊക്കെയാണ് ഇപ്പോഴത്തെ അല്ലേ. അന്ന് പിന്നെ കുറെ അറിയപ്പെട്ട കുറെ മാപ്പിള പാട്ടുണ്ട്, അതൊക്കെ ഉള്ളൂ അന്ന്, വേറൊന്നും ഇല്ല. ഇന്നിപ്പോ ഒരുപാട് മുത്തലിമീങ്ങൾ ഉസ്താദുമാരൊക്കെ ബൈത്തും കവിതയും മജ്ലിസും നൂറും ബുറുദയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അന്ന് ഇതുപോലെ ചേച്ചിക്കൊരു ഉസ്താദ് നിർബന്ധിച്ച് അങ്ങനെ കയറി, ആരാ എന്നെ പീഡ പോലെ കുടുങ്ങി നീ നടക്കും, അത് കണ്ട് മനസ്സാകെ പതപതപതയ്ക്കും, കരിമിഴിയുടെ നോട്ടം കണ്ടാൽ കരളാകെ കനലാട്ടം, പെണ്ണെ അടിവെച്ച് കുഴഞ്ഞാടി അരികിൽ നീ അടുക്കുമ്പോൾ അകതാരും മിന്നാട്ടം, മനുഷ്യനെ കറക്കുന്ന വിളയാട്ടം, കടക്കണ്ണിൽ മൂന കൊണ്ടെന്നിട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഖപത്തിൻ മധുര ഒലിപ്പിച്ച കണ്ണാളെ, എന്നെ കൊടുക്കിയ പൂമോളെ. ഇതിങ്ങനെ എന്താണ് അന്ന് പാടി കണ്ണ് തീരുന്നത് വരെ തുറന്നിട്ടില്ല. തീർന്നപ്പോ ഇങ്ങനെ തുറന്നു. ലാസ്റ്റ് സമ്മാനം കിട്ടിയത് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. ആവേശമായി. അങ്ങനെയാണ് പിന്നെ മൈക്കിന്റെ മുമ്പിൽ ഇങ്ങനെ കയറാൻ തുടങ്ങിയത്. അന്ന് ജഡ്ജസ് ഒരു കാര്യം കാണിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ അതും പോയ പിന്നെ കയറൂലല്ലോ. അപ്പോ ഇത് നമ്മൾ ആ സമയത്ത് നമ്മളെ മക്കളെ പ്രേരിപ്പിക്കുക. എന്റെ മക്കളെ, എല്ലാ മക്കളെയും, ഇപ്പൊ ഏറ്റവും ലാസ്റ്റിലുള്ള മിസ് അബ് എന്ന പൊന്നുമോൻ ഒഴിച്ച് ബാക്കിയുള്ള മക്കളെയൊക്കെ സ്റ്റേജിൽ കയറ്റി ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്. വലിയ സ്റ്റേജിൽ ഇതുപോലെ സമസ്തയുടെ ഒക്കെ വലിയ മണ്ണാർക്കാട് പിന്നെ ഹുബ്ബർ റസൂൽ പ്രഭാഷണം നടക്കുന്ന 10-25 ആളൊക്കെ കൂടിയ വലിയ മജ്ലിസിൽ പാട്ട് പാടി. എന്തിനാണെന്നറിയാം, ധൈര്യം വരട്ടെ, ഒരു പാടട്ടെ, മുത്തറസൂലിന്റെ മദ്ഹല്ലേ, പാടട്ടെ, ഉഷാറായിട്ട് പാടട്ടെ. പക്ഷെ പാടുമ്പോ മറ്റോ യോയോ വേണ്ടെന്നുള്ളതാണ് തീരുമാനം. ഇപ്പോഴങ്ങനെയാണല്ലോ, ബുറുദ വന്നാലും മൗലായ അതാണ് ബുറുദ വരെ അങ്ങനെ നശിപ്പിച്ചു. അള്ളാഹു തആല കാക്കട്ടെ. അപ്പൊ അത് നമുക്ക് പറ്റൂല, അത് പറ്റും. അതൊക്കെ നല്ല രസമാണ്. ബുറുദയൊക്കെ ചൊല്ലേണ്ട രീതി ചൊല്ലി എന്ത് രസമാണ്. ഇപ്പൊ നമുക്ക് ചൊല്ലാൻ പറ്റിയ നല്ല ഭംഗിയിലുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ, നേരം ലഈനവനാട്ടുവാൻ, ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ
ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എല്ലാ ബലാവും ആപത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിന എമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്ത് രസമാണ് ഈ മനോഹരമായ ശൈലിയുള്ള കവിതകളും ബൈത്തുകളും. അതിനകത്ത് കളവ് കയറ്റല്ലേ എന്റെ പ്രിയപ്പെട്ട SKSSFന്റെ ചുണക്കുട്ടന്മാരെ. ആ മജ്ലിസുൻ നൂറിന്റെ തനതാര ശൈലി നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ ആ ബൈത്ത് പാടല്ലേ. അതുകൊണ്ട് എത്രയോ കാഴ്ചയില്ലാത്തവർക്ക് അല്ലാഹു കണ്ടുകൊടുത്തിട്ടുണ്ട്, എത്രയോ മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള ഒന്നാ അതിലേക്ക് മടങ്ങി വരിക, ആ ഇശലിലേക്ക്, ആ തനിമയിലേക്ക്, ആ നന്മയിലേക്ക്, ആ മഹത്വത്തിലേക്ക് മക്കളെ കൊണ്ടുവരിക. അങ്ങനെ അവർക്ക് വേണ്ടി ദുആ ചെയ്ത്, അവർക്ക് വേണ്ടി ബൈത്തിലൂടെ കവിതയിലൂടെ ദുആ ചെയ്ത് അവരെ അല്ലാഹുവിന്റെ ലോകത്തെ നക്ഷത്ര തുല്യരാക്കി മാറ്റാൻ പരിശ്രമിക്കുക. കാരണം എന്തെന്നറിയോ? അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. നിന്നോട് മാത്രമല്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞത്, നിന്റെ കുടുംബത്തെ കൂടി നരകത്തിൽ നിന്ന് കരകയറ്റണ്ടേ. നിന്റെ മക്കളെ ആളിക്കത്തുന്ന നരകത്തിന്റെ വിറകാക്കി മാറ്റാതിരിക്കാ അവർക്ക് അല്ലാഹുവിന്റെ ലോകത്തെ കുറിച്ച് ബോധമുണ്ടാക്കി കൊടുക്കുക. അതിനു വേണ്ടിയാണ് എത്രയോ ദീനീ സ്ഥാപനങ്ങൾ, എത്രയോ അറബി കോളേജുകൾ. അപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പ്രിയപ്പെട്ട കുടുംബത്തെ നിങ്ങൾ ദുആരക്കുക നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങൾ ദുആ ചെയ്യുക നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി. ബുഖാരി ഇമാമിന്റെ ഉമ്മ ദുആ ചെയ്തതുപോലെ, യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് എന്ന പൊന്നുമോനെ തിരിച്ചു കിട്ടാൻ ദുആറുന്നതുപോലെ നിങ്ങൾ ദുആ ചെയ്യുക എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അറിവ് പകർന്നു കൊടുക്കുക, അതവുള്ളവരാക്കുക. ഒരു പ്രിയപ്പെട്ട കുഞ്ഞിന് കൊടുക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം എന്തെന്നറിയോ? ഒരു പ്രിയപ്പെട്ട പിതാവ് തന്റെ മകന് കൊടുക്കുന്ന, മകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം എന്തെന്നറിയോ? അദബിൻ ഹസനി. അത് നല്ല മര്യാദയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ മര്യാദ എന്റെ വയനാട്ടെ ഉമ്മമാരെ നിങ്ങളാണ് മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സമ്മില്ലാ, നീ ബിസ്മി പറഞ്ഞുകൊണ്ട് കഴിക്കുക. കുൽബി യമീനിക, നിന്റെ വലത്തെ കൈ കൊണ്ട് കഴിക്കുക. ബിസ്മി പറഞ്ഞുകൊണ്ട് കഴിക്കുക, നിന്റെ വലത്തെ കൈ കൊണ്ട് കഴിക്കുക. എന്റെ ഉമ്മമാര് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് ഉമ്മ കുടിക്കുന്നത് കൊണ്ടാണ് മകൻ കുടിക്കുന്നത്. നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് വാപ്പ കഴിക്കുന്നത് കൊണ്ടാണ് മകൻ കഴിക്കുന്നത്. സംസാരിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത ചർച്ച നടത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് മക്കൾ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ കാണിച്ചു കൊടുക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു കൊടുത്തതാണ്, ആരംഭ റസൂൽ പഠിപ്പിച്ചു കൊടുത്തതാണ്. എത്രയോ മര്യാദയുടെ പാഠങ്ങളാ പ്രിയപ്പെട്ട മുത്ത് റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. അസ്മാ ബീവി റളിയല്ലാഹു തആല 100 വയസ്സ് കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരാ റളിയല്ലാഹു അൻഹാ. ആ മഹദിക്ക് അല്ലാഹു കൊടുത്ത മക്കൾ മുഴുവനും മരിച്ചുപോയി. അവസാനം ഒരേ ഒരു മകനുണ്ടായിരുന്നു, അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ യുദ്ധം നടക്കുമ്പോ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരികയാണ്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, മോനെ നീ എന്തിനാ തിരികെ വന്നത്? നീ എന്തിനാ പൊന്നുമോനെ തിരികെ വന്നതെന്ന് ചോദിക്കുമ്പോ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മാ, ഇത്രയും വലിയ പ്രായമായില്ലേ നിങ്ങളെ നോക്കാൻ ആരുമില്ലല്ലോ. ഇന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത ഉറപ്പായിട്ടും എന്റെ ശരീരത്തെ വെട്ടി അരിയുമെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. അതുകൊണ്ട് ഉമ്മാ, ഞാൻ മരിച്ചുപോയാ നിങ്ങൾക്കാരാണ്? ആ യുദ്ധത്തിൽ പിടഞ്ഞു വീണിട്ട് ഞാൻ അങ്ങ് സ്വർഗത്തിൽ പോയാൽ ഈ ദുനിയാവിൽ ഉമ്മാ നിങ്ങൾക്കാരാണുള്ളത്? അതുകൊണ്ട് ഉമ്മാ, നിങ്ങൾക്ക് മരുന്ന് തരാ, നിങ്ങൾക്ക് ഭക്ഷണം തരാ, നിങ്ങൾക്ക് വെള്ളം തരാ, നിങ്ങളുടെ കൈകാലുകളും
ഒന്ന് തടവിത്തരാ. പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് ഞാൻ വേണമല്ലോ, അതുകൊണ്ടാണ് മടങ്ങി വന്നതെന്ന് പറഞ്ഞപ്പോ ലോകചരിത്രത്തിലൊരുമ്മയും പറയാത്ത വാക്ക് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പൊന്നുമോനെ നോക്കി പറയുകയാണ്, പൊന്നുമോനെ നീ മടങ്ങി വന്നത് മണ്ടത്തരമാണ്. പോകണം മോനെ, അല്ലാഹുവിന്റെ ജിഹാദ് ചെയ്തിട്ട് ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് പടച്ചോന്റെ സ്വർഗത്തില് പൈങ്കിളിയായി പാറി പടക്കണം മോനെ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ, നിങ്ങളെ നോക്കാൻ ആരുമില്ലല്ലോ. പൊന്നുമോനെ, ദുനിയാവല്ല പ്രശ്നം, ദുനിയാവല്ല, വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ. ദുനിയാവിൽ മക്കളെ കൊണ്ട് കിട്ടുന്ന സുഖമല്ല, ദുനിയാവിൽ മക്കളെ കൊണ്ട് കിട്ടുന്ന സൗകര്യങ്ങളല്ല, സംവിധാനങ്ങളല്ല, പിന്നെയോ മഹ്ശറ എന്ന് പറയുന്ന ലോകത്താ മക്കളെ കൊണ്ട് നേട്ടം വേണ്ടേ. ഇന്ന് നിങ്ങൾ അങ്ങ് മരണപ്പെട്ടു പോയാ എന്റെ ഉമ്മമാരെ നിങ്ങൾക്ക് ദുആ ചെയ്യുമെന്ന് ഉറപ്പ് പറയുന്ന മക്കളുണ്ടോ? ഇന്ന് മറക്കുന്ന കാലമല്ലേ, മക്കളെ മറക്കുന്ന ഉമ്മ, ഉമ്മയെ മറക്കുന്ന മക്കള്. വാപ്പ മരിച്ച ആദ്യത്തെ ഒരു മാസത്തിലെ 2 ആഴ്ച പള്ളി വന്ന് വാപ്പാടെ ഖബർ സിയാറത്ത് ചെയ്യുമെന്നതല്ലാതെ ആ വാപ്പച്ചിക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായി ദുആ ചെയ്യുന്ന മക്കളെവിടെ? എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായി ഖുർആൻ ഓതുന്ന മക്കളെവിടെ? ആ മക്കളിലേക്കാണ് വയനാടുകാരാ നമ്മൾ മടങ്ങേണ്ടത്. ആത്മീയതയുള്ള മക്കളിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മടങ്ങേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോന് അവസരത്തിനൊത്ത ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തത്. ആ ഉപദേശത്തിലെ ഏറ്റവും മനോഹരമായ ഉപദേശം എന്തെന്നറിയോ? വാപ്പ മകന് കൊടുക്കുന്ന ഉപദേശമാണ്. വയനാട്ടിലെ വാപ്പമാര് പഠിച്ചോ, അയൽവാസിയുടെ സ്വത്ത് വെട്ടിപ്പിടിച്ച് അപഹരിച്ചിട്ട് സമ്പന്നനാകാൻ മക്കളെ പ്രേരിപ്പിക്കുന്ന വാപ്പ. അയൽവാസിയുടെ സ്വത്ത് അപഹരിച്ചിട്ട് ആ മക്കളെ സമ്പന്നനാക്കാ പരിശ്രമിക്കുന്ന വാപ്പ. ദുനിയാവിന്റെ നൂലാമാലകളുമായി ബന്ധപ്പെട്ട് ആത്മീയ ലോകത്തിന്റെ പരിശുദ്ധി മറക്കാൻ ആ മക്കളെ പ്രേരിപ്പിക്കുന്ന വാപ്പ. ലുഖ്മാനുൽ ഹക്കീം എന്ന പ്രിയപ്പെട്ട മഹാനുഭാവൻ തന്റെ മകന് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം എന്താ? ഖുർആനിൽ സൂറത്ത് ലുഖ്മാൻ എന്ന ഒരു അധ്യായം തന്നെയുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ് ലുഖ്മാൻ തന്റെ പൊന്നുമോനോട് പറഞ്ഞു കൊടുത്തു, ഇന്ന ദുനിയാ ബഹറുൻ നമീഖ്. ദുനിയാവെന്ന് പറഞ്ഞാൽ ആഴമേറിയ കടലാണ്. തകുൻ സഫീനത്തുക ഫീഹാ തഖ്വല്ലാഹ്. അതുകൊണ്ട് ദുനിയാവിന്റെ കടലിന്റെ മുകളില്, ദുനിയാവാകുന്ന കടലിന്റെ മുകളില് തഖ്വ എന്ന് പറയുന്ന കപ്പലുണ്ടാക്കാൻ, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പൊന്നുമോനോട് പറഞ്ഞു കൊടുത്തെങ്കിൽ, പഠിപ്പിച്ചു കൊടുത്തോ വാപ്പമാര്, പറഞ്ഞു കൊടുത്തോ ഉമ്മമാര്. അവരതവുള്ളവരാകട്ടെ, അവരറിവുള്ളവരാകട്ടെ, ചെറിയ പ്രായത്തിൽ തന്നെ നല്ല നല്ല കാര്യങ്ങൾ പഠിച്ച നല്ല മക്കളാകട്ടെ. ഒരു വക്കത്ത് നമസ്കാരം മുടക്കിയ പൊന്നുമോന് നരകത്തിന്റെ അകത്ത് 2,88,00,000 വർഷം നീ കിടക്കേണ്ടി വരുമെന്ന് 10 വയസ്സുള്ള മകനോട് വാപ്പ പറഞ്ഞു കൊടുക്കാത്തതെന്തേ? 10 വയസ്സുള്ള മകനോട് ഉമ്മ പറഞ്ഞു കൊടുക്കാത്തതെന്തേ? അങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ വാപ്പ നിസ്കരിക്കണമല്ലോ, അങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഉമ്മ നിസ്കരിക്കണമല്ലോ. അങ്ങനെ നിസ്കരിച്ചിട്ട് അദാബുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് രാത്രിയാകുമ്പോ ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യുന്ന ദീനീ ചൈതന്യമുള്ള കുടുംബമുണ്ടല്ലോ, ആ കുടുംബത്തിന് അല്ലാഹുവിന്റെ മുമ്പിൽ വല്ലാത്ത വിലയാണ്. ആ കുടുംബമാണ് ഹും വ അസ്വാജുഹു ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. ആ കുടുംബമാണ് നമുക്ക് ആവശ്യമുള്ളത്. മഹാനായ അബൂ തുജാന റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം കൂടി പറഞ്ഞു നമുക്ക് ദുആരക്കാം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയാ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. ഖുർആൻ പറഞ്ഞു, സമ്പത്തും മക്കളും സന്താനങ്ങളും ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങളാണ് എന്ന് ഖുർആൻ. അൽ മാലു വൽ ബനൂൻ, സമ്പത്തിനെയും
സന്താനങ്ങളെയും ഖുർആൻ ചേർത്തു പറഞ്ഞു, ഹദീസുകൾ ചേർത്തു പറഞ്ഞു, ചരിത്രം ചേർത്തു പറഞ്ഞു. എവിടെ സമ്പത്ത് പറഞ്ഞോ അവിടെ അള്ളാഹു സന്താനങ്ങളെ പറഞ്ഞതെന്തിനാ? എവിടെ സന്താനങ്ങളെ പറഞ്ഞു അവിടെ അള്ളാഹു സമ്പത്തിനെ പറഞ്ഞതെന്തിനാ? നല്ല സമ്പത്തുള്ള സ്ഥലത്തെ നല്ല മക്കളുണ്ടാകൂ, നല്ല സമ്പാദ്യമുള്ള സ്ഥലത്തെ നല്ല മക്കളുണ്ടാകൂ. അള്ളാഹുവേ, ഹറാമിലൂടെ പണം സമ്പാദിച്ചു മക്കൾക്ക് ഭക്ഷണം കൊടുത്ത ആ മക്കൾ നന്നാവൂല, ആ മക്കൾ നന്നാവൂല. എന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും എന്ന് നൗഷാദ് ബാക്കവിയെ പോലെ ഇന്ന് ഈ ആരോഗ്യത്തോടെ നിങ്ങളുടെ മുന്നില് ഈ കോടമഞ്ഞ് വെട്ടിയിറങ്ങുന്ന വയനാടിന്റെ വൈപ്പടിയുടെ രാത്രിയിൽ നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കുന്നതിന് ചെറിയ പ്രായത്തിൽ എന്റെ ഉമ്മ സമ്പന്ന വർഗത്തിന്റെ വീട്ടിൽ പോയി പണിയെടുത്തിട്ടാണ് എന്റെ വയനാടുകാരാ എനിക്ക് ഭക്ഷണം തന്നത്. എന്റെ വാപ്പയും അങ്ങനെയാണ്. മോഷ്ടിക്കാൻ പോയിട്ടല്ല, പലിശയ്ക്ക് പണം കൊടുത്തിട്ടല്ല, വ്യഭിചാരം നടത്തിയിട്ടല്ല. അവര് സമ്പാദിച്ച വിയർപ്പിന്റെ മണമുള്ള ഹലാലാല പണം സമ്പാദിച്ചിട്ട് ആ പണത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ടാണ് നൗഷാദ് ബാക്കവി വളർന്നത്. പിന്നെ ഇൽമ പഠിച്ചതോ സമസ്തയുടെ മനോഹരമായ പടിവൃക്ഷമാകുന്ന ബഹുമാനപ്പെട്ട കാപ്പിൽ ഉമർ ഉസ്താദ് നേതൃത്വം കൊടുത്ത പൊട്ടച്ച അൻവരി അറബി കോളേജിന്റെ പൊരുത്തമുള്ള ഹലാലിയത്തിന്റെ വരുമാനമുള്ള സമസ്തയുടെ മനോഹരമായ അൻവരിയ ക്യാമ്പസിനകത്ത് ഈ സാധുവാദ സഹോദരൻ പഠിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുമ്പോഴാണ് നല്ല വിജ്ഞാനം ഉണ്ടാവുക, നല്ല അദബുണ്ടാവുക, അവര് നല്ലവരാവുക. അതുകൊണ്ട് വൈപ്പടിയിലെ പെണ്ണ്, നിന്റെ ഭർത്താവിനോട് പറയണമിക്ക, സാമ്പത്തിക മാന്യമാണെങ്കിലും പരീക്ഷണമാണെങ്കിലും സഹിക്കുക. ഹറാമ് സമ്പാദിച്ച് മക്കൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അബൂ തുജാന റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പിടിച്ചു നിർത്തുക, ഇങ്ങനെ ഇറങ്ങി ഓടാൻ പാടില്ല. സലാം വീട്ടിയ ഉടനെ അബൂ തുജാനയെ പിടിച്ചു നിർത്തി റസൂലുള്ളാഹിയുടെ മുമ്പ് കൊണ്ടുവന്നു. എന്തിനാണ് ഇത്ര പെട്ടെന്ന് നീ ധൃതി വെച്ചിറങ്ങി ഓടുന്നത്? അബൂ തുജാന കരയാൻ തുടങ്ങി, നബിയേ, എനിക്ക് 2 കുഞ്ഞുമക്കളുണ്ട്. എത്രയോ ദിവസമായി ഞാൻ രോഗിയാണ് നബിയേ, രോഗിയാണ്, പണിക്ക് പോകുന്നില്ല. എന്റെ മക്കള് വിശപ്പടക്കാൻ നിവർത്തിയില്ലാതെ പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് എന്റെ വീടിന്റെ അകത്ത് നിന്ന് കരഞ്ഞ് കരഞ്ഞ് അതിരാവിലെ പുറത്തിറങ്ങും നബിയേ. പുറത്തിറങ്ങുമ്പോ എന്റെ വീടിന്റെ അടുത്ത് നിൽക്കുന്നത് ജൂതനാര മനുഷ്യനാണ്. ആ ജൂതനാര മനുഷ്യന്റെ പുരയിടത്ത് നിന്ന് മനോഹരമായ നല്ല പഴുത്തു നിൽക്കുന്ന മാമ്പഴങ്ങളുള്ള, പഴുത്തു നിൽക്കുന്ന ഫലങ്ങളുള്ള വൃക്ഷം എന്റെ വീട്ടിലേക്ക് ചരിഞ്ഞു നിൽക്കും നബിയേ. നിസ്കാരവും ദുആയും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ചെന്നപ്പോ വിശന്നിരുന്ന എന്റെ പ്രിയപ്പെട്ട മക്കള് കരഞ്ഞു കരഞ്ഞിഴഞ്ഞു വന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അടർന്നു വീണ ജൂതന്റെ മാമ്പഴം എടുത്ത് കഴിക്കുന്നു നബിയേ. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ മക്കൾ അങ്ങനെ കഴിച്ചാൽ എനിക്ക് നരകമല്ലേ, എന്റെ മക്കള് ഹറാമല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് ആ മക്കളുടെ വാക്യകത്തേക്ക് കൈയിട്ടിട്ട് അത് ഞാൻ പുറത്തെടുത്തു നബിയേ. ഇന്നിവിടെ ദിക്റും ദുആയുമായി കഴിഞ്ഞുകൂടിയാൽ എന്റെ പൊന്നാര മക്കൾ ഇന്നലത്തെ പോലെ ഇന്നും അത് കഴിക്കുമല്ലോ നബിയേ എന്ന് പറഞ്ഞു മഹാനാര അബൂ തുജാന റളിയല്ലാഹു അൻഹു. വൈപ്പടിയിൽ വന്നവരെ, പട്ടിണി കിടന്നാലും മക്കൾക്ക് ഹറാമ് കൊടുക്കല്ലേ, എത്ര രോഗം വന്നാലും മക്കൾക്ക് ഹറാമ് കൊടുക്കല്ലേ. അല്ലാഹുവേ, ഹറാമുമായി ബന്ധപ്പെടേണ്ടി വരുന്നത് നീ പരീക്ഷിക്കുമ്പോഴാണല്ലോ. ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്.